ആത്മീകതയ്ക്കെല്ലാം, എല്ലാ ആത്മീകതയ്ക്കും അല്ലെങ്കിൽ ആത്മീക പ്രവർത്തനങ്ങൾക്ക്, ആത്മീക യോഗത്തിന് നമ്മൾ ആത്മീകമായിട്ട് എന്ത് ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിന് കാണുന്നൊരു വശമുണ്ട്, കാണാത്ത ഒരു വശമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടിയൊന്നറിയല്ല. സ്തോത്രം. നമ്മൾ ഇന്ന് സഭായോഗത്തിൽ ഇവിടെ ആയിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചേതനമായ നിലവാരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന രീതിയിൽ കാണുന്നൊരു വശമുണ്ട്. സ്തോത്രം. ഞാനിവിടെ നിൽക്കുന്നത്, കർത്തൃദാസൻ ഇത്രയും നേരം പറഞ്ഞത്, ഇതെല്ലാം നമ്മുടെ കാതിനും കണ്ണിനുമൊക്കെ വിധേയപ്പെടുന്നതാണ്. സ്തോത്രം. എന്നാൽ ആത്മീക യോഗത്തിന് കാണാത്തൊരു വശമുണ്ട്. ഇവിടെ നമ്മൾ സ്തോത്രം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, കർത്താവ് പറയുന്ന എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് നമ്മളത് ചെയ്യുമ്പോൾ കാണാത്ത ഒരു തലമുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ വിടുതലിരിക്കുന്നത്. സ്തോത്രം. മറ്റൊരു യോഗത്തിനും മറ്റൊരു കമ്മ്യൂണിറ്റിക്കും ഒരുപക്ഷെ ഈ പറയുന്നത് ഇല്ലായിരിക്കാം. ഇപ്പോൾ രാഷ്ട്രീയ യോഗം നടക്കുകയെന്നിരിക്കട്ടെ, നാട്ടിലാണെന്ന് വിചാരിച്ചു. സ്തോത്രം. 1000 പേര് പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ സ്റ്റേഡിയത്തിലോ ഗ്രൗണ്ടിലോ ഹാളിലോ ഒന്നിച്ചുകൂടി അവരൊരുമിച്ച് ഒരു സമ്മേളനം 2-3 മണിക്കൂർ കൂടിയാൽ, സ്തോത്രം, ആ പറയുന്നതും ആ കേൾക്കുന്നതൊക്കെയാണ്. അതിന് പുറകിൽ മറ്റൊന്നുമില്ല. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത് ഈ യോഗത്തിൻ്റെ പുറകിൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒത്തിരി തെളിവുകളുണ്ട്. എല്ലാ തെളിവും കൂടി പറയാൻ എനിക്കൊരു സന്ദേശം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എല്ലാ തെളിവിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തെളിവ് ഞാൻ പറയാം. സ്തോത്രം. ഒരു തെളിവ് പറയാം. ലൂക്കോസ് കർത്താവിൻ്റെ ദാസൻ വായിച്ച 10-ാമത്തെ അധ്യായത്തിലാണ്. 10-ാമത്തെ അധ്യായത്തിനകത്താണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ പെട്ടെന്ന്, സ്തോത്രം, ഒരു മുന്നറിയിപ്പില്ലാതെ, മുൻകാല പ്ലാനുകളില്ലാതെ, കർത്താവിന് അതിന് അധികാരമുണ്ട്, ആരോടും ചോദിക്കാതെ, ആരോടും അനുവാദമില്ലാതെ കർത്താവിന് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനും പ്രായോഗികമാക്കുവാനും ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയിലും ദൈവത്തിന് അധികാരമുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ 70 പേരെ തെരഞ്ഞെടുത്തതിനെക്കുറിച്ച് നമ്മൾ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 70 പേരെ തെരഞ്ഞെടുത്തു. ഡീരണ്ടായി 35 ടീമുകളായി തിരിച്ചിട്ട് കർത്താവിന് പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും യേശു ഓരോ ടീമിനെ അയച്ചു. അങ്ങനെ 35 ടീമുകൾ കർത്താവ് പറഞ്ഞയക്കുകയാണ്. പോകാൻ നേരത്ത് കർത്താവിനോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. സ്തോത്രം. ആ വാക്കൊക്കെ ഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് കർത്താവിനോടുള്ള വലിയ ബന്ധവും സ്നേഹവും വർദ്ധിക്കുന്നതാണ്. അതിന് കാരണം കർത്താവ് ഇവരെ കുഞ്ഞാടുകളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ ചെന്നായ്ക്കട നടുവിലേക്ക് അയക്കുന്നു. സ്തോത്രം. യേശുവിനല്ലാതെ തൻ്റെ ആടുകളെ ചെന്നായ്ക്കട നടുവിലേക്ക് അയക്കാൻ ലോകത്തിൽ ഒരിടയിനും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത, കർത്താവ് തൻ്റെ കുഞ്ഞാടുകളെ ചെന്നായ്ക്കട നടുവിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാണ് വിട്ടത്. ആ ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നത് 17-ാമത്തെ വാക്യത്തിനകത്താണ്. 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ചെന്നായ്ക്കട നടുവിലേക്ക് പോയ കുഞ്ഞാടുകളാണ് ഇവർ. ചെന്നായിക്കൂട്ടത്തിലേക്ക് പോയിട്ട് ഇവർ മടങ്ങി വന്നത് കരഞ്ഞോണ്ടല്ല, മുറിവേറ്റല്ല, സന്തോഷത്തോടെയാണ്. അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഏത് പോരാട്ടത്തിലേക്ക് കർത്താവ് അയച്ചാലും അയക്കുന്നത് കർത്താവാണെങ്കിൽ മുറിവേക്കാതെ മടങ്ങി വരാനുള്ള കഴിവ് കർത്താവിൻ്റെ വാക്കിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചോര ഒലിപ്പിക്കാതെ, അസ്ഥി ഒടിയാതെ, മുറിവേൽക്കാതെ, കരയാതെ, സന്തോഷത്തോടെ അവർ 70 പേര് മടങ്ങി വന്നു. ഒരാളെപ്പോലും ചെന്നായി പിടിച്ചില്ല, ഒരാളെപ്പോലും ഇല്ലാതാക്കിയില്ല. ഇന്ന് പകലിൽ ഈ ഭാഗം ഞാൻ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് പറയാം: എണ്ണത്തിൽ കുറയ്ക്കാൻ ശത്രു എത്ര നോക്കിയാലും അയച്ചത് യേശു ആണെങ്കിൽ ഒരെണ്ണത്തെ പോലും തൊടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ശക്തമായി വ്യാപരിപ്പാനിടയാകട്ടെ. അതല്ല ഞാൻ പറയാൻ വന്നത്. സ്തോത്രം. പറയാൻ വന്നത് ആത്മീയതയ്ക്കെല്ലാം കാണാത്തൊരു വശമുണ്ടെന്നാണ്. 70 പേര് മടങ്ങി വന്നിട്ട് അവര് യേശുവിനോട് പറയുകയാണ്: കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി. അവരത് ആശ്ചര്യപ്പെട്ട പറയുന്നത്.
ഒരു യാത്ര പോയിട്ട് മടങ്ങി വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഒരാഴ്ച ഈ രാജ്യത്തായിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ ചോദിക്കുമ്പോൾ എന്തോ ഒരാഴ്ചത്തെ മുഴുവൻ കാര്യങ്ങൾ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലേ തീരുള്ളൂ. പക്ഷേ എല്ലാ യാത്രയ്ക്കും എല്ലാ സംഭവത്തിനും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാണും. ഇവിടെ യാത്രയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഇവര് ഉയർത്തി പറഞ്ഞത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ യേശുവിനോട് പറഞ്ഞത് വേണമെങ്കിൽ പറയായിരുന്നു. 70 പേര് സുവിശേഷ വേലയ്ക്കൊക്കെ ടീമായിട്ട് വലിയ ഓണവാര സമയത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഒരു പകൽക്കാലം സഭയോട് ബന്ധപ്പെട്ട് 10 വീടുകളിൽ കയറുമ്പോൾ 10 അനുഭവമാണ്. ചില ആളുകൾ തിരസ്കരിക്കും, ഇവിടെ ഒന്നും വേണ്ട, ഇങ്ങോട്ട് വരണ്ട, കൊല്ലക്കുടലിൽ സൂചി വയ്ക്കാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടും ചില ആളുകൾ. ചിലപ്പോൾ ദൈവദാസന്മാരെന്ന് കണ്ടുകൊണ്ട് സ്തോത്രം അവർ വീട്ടിൽ വിളിച്ചു കയറ്റാം. ചിലപ്പോൾ ചായ തരാം, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം, ചിലപ്പോൾ പണമെടുത്ത് കയ്യിൽ തരാം. ഇതൊക്കെ സുവിശേഷം പറയാൻ പോകുന്നവരുടെ അനുഭവമാണ്. സ്തോത്രം. ഇവർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഉയർത്തി പറഞ്ഞത് അവരെ കൈക്കൊണ്ടതോ സ്വീകരിച്ചതോ ചായ കൊടുത്തതോ ഒന്നുമല്ല. അവർ പറഞ്ഞത്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അതിനർത്ഥം അവരെ ആശ്ചര്യപ്പെടുത്തിയത് ആളുകൾ സ്വീകരിച്ചതല്ല, ആളുകൾ തിരസ്കരിച്ചതല്ല. മനുഷ്യ ചരിത്രത്തിൽ അന്ന് വരെ സംഭവിക്കാത്തതൊന്ന് അവരിലൂടെ സംഭവിച്ചു. എന്താ സ്തോത്രം? അതിനു മുമ്പ് പഴയ നിയമകാലത്ത് ഭൂതങ്ങളും ഒക്കെ ആളുകളെ ബാധിച്ചിരുന്നു. പക്ഷേ ഔപചാരികമായി ഭൂതങ്ങൾ മനുഷ്യന് കീഴടങ്ങിയ ഒരു വാക്ക് പഴയ നിയമത്തിലെങ്ങും കാണാനില്ല. സ്തോത്രം. ശൗലിന് ഭൂതം ഉണ്ടായിരുന്നു, ദുരാത്മാവ് ഉണ്ടായിരുന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങുമായിരുന്നു, പക്ഷെ കീഴടങ്ങിയതായി കാണുന്നില്ല. എന്നാൽ 3.5 കൊല്ലം കൂടെ നടക്കാത്ത ഇപ്പോൾ വിളിച്ച് സ്തോത്രം കൊണ്ടുപോയി ഈരണ്ടായിട്ട് അയച്ച കർത്താവ് അയച്ച അവര് കടന്നു ചെന്നപ്പോൾ അശുദ്ധാത്മാക്കൾ, ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. അത് മാനവ ചരിത്രത്തിന്റെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ദൈവമായ കർത്താവ് അത് തെളിയിച്ചു. അപ്പൊ അവര് വന്ന് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. സ്തോത്രം. എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. ഭൂതങ്ങൾ കീഴടങ്ങിയോ? അത്രയൊന്നും ഞാൻ വിചാരിച്ചില്ല, അത്രയൊക്കെ ചെയ്തല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യല്ല ചെയ്തത്. അടുത്ത വാചകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവര് കാണാത്തത് യേശു കണ്ടു എന്ന്. സ്തോത്രം. ഇവര് കണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതാണ്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ളതുള്ളൂ. ഒരു യോഗത്തിൽ പണ്ടൊക്കെ, ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ല, പണ്ടത്തെ യോഗത്തിലൊക്കെ വലിയ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ദുരാത്മാക്കൾ ഇളകുകയും സ്തോത്രം വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ചിലപ്പോൾ അശുദ്ധാത്മാക്കൾ കർത്തൃദാസന്മാരുടെ ആധികാരിക ശുശ്രൂഷയ്ക്കകത്ത് മനുഷ്യനെ വിട്ടു പോകുകയൊക്കെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അശുദ്ധാത്മാക്കൾ സ്തോത്ര കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അക്ഷരീകമായി അല്ലെങ്കിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ സ്തോത്രം മറ്റുള്ളവരുടെ നടുവിൽ ഒരുപക്ഷെ ഒരു ദുരാത്മാവ് ഇളകിയാൽ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നു. അത് കാണാനും കേൾക്കാനും അറിയാനും പറ്റുന്നതാണ്. പക്ഷേ ഇവർ പോകയിൽ അശുദ്ധാത്മാക്കൾ കീഴടങ്ങി എന്നത് സത്യമായിരിക്കുമ്പോൾ തന്നെ യേശു പറയുന്നു, സ്തോത്രം, നിങ്ങൾ പോകയിൽ സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇവർ കാണാത്തതൊന്ന് ഇവർ ഈരണ്ടായി പോയപ്പോൾ അവിടെ സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ 2 പേർ സ്തോത്രം പെട്ടെന്ന് യേശുക്രിസ്തു വിളിച്ച് ചേർത്ത് 2 പേർ കർത്താവിൻ്റെ നാമത്തിൽ കടന്നു പോകുമ്പോൾ അവർ പോകുന്ന വഴിക്ക് സാത്താൻ യേശു അയച്ച 2 പേർ പോകുമ്പോൾ അവർ ചെന്നപ്പോൾ അവിടെ യേശു പറഞ്ഞ വാക്കനുസരിച്ച് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴെ വീണെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാട്ടും പ്രാർത്ഥനയല്ല, ഇതിന് പുറകിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ഇവിടെ വരെ വന്നത് വൃഥാവാകത്തില്ലെന്നും ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം വായിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, ഇവിടെ രണ്ടുപേർ കൈവക്കി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ചിലരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഹോളിനകത്ത് കേൾക്കുന്നതിനേക്കാൾ കാണുന്നതിനേക്കാൾ അപ്പുറം ചില സ്ഥലങ്ങളിൽ ചില സംഭവങ്ങൾ ദൈവത്താൽ സംഭവിക്കുന്നുണ്ടെന്ന്. ഗ്ലോറി ബാല ശന്തരാധന ഹല്ലേലൂയ. എത്ര പേര് ദൈവസന്നിധിയിൽ നിന്ന് പകരക്കാല സഭയുടെ പിന്നാമ്പുറത്ത് ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്റെ കുടുംബത്തിനകത്ത് തലമുറയിൽ അപ്പൻ ഇവിടെ ആരാധിക്കുമ്പോൾ, അമ്മ ഇവിടെ ആരാധിക്കുമ്പോൾ ചില കാര്യങ്ങൾ പുറകിൽ നടക്കുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും വിശ്വസിച്ചാൽ ഒരു കുടുംബ പ്രാർത്ഥനയുടെ പുറകിൽ പോലും നടക്കുന്നുണ്ട്. നമ്മൾ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് എന്ന് പിള്ളേരെ വിളിച്ചിരുത്തി ഒരു പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു മതചടങ്ങാന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായൊരു സ്തോത്രം പറഞ്ഞാൽ, കൈകൊട്ടി പാടി ഒരു പാട്ട് പാടിയാൽ, അല്പസമയം മുഴങ്കാലമേ നിന്ന് പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിച്ചാൽ, രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ആ കാണുന്നതിനപ്പുറം എവിടെയോ എന്താ സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോകുന്ന ദൈവമക്കള് ഇവിടെ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആദ്യത്തെ ദൂത്, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ അവരെവിടെ ആയിരിക്കുന്നു ആ മേഖലയിൽ ചിലത് സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിലും ജീവിതത്തിലും ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇടയാക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രത്തോടെ അതിന്റെ തെളിവുകൾ എത്രയോ തെളിവുകളാണെന്നറിയാം. ഒത്തിരി തെളിവുകൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുമ്പോൾ ദൈവം ചിലത് കാണാതെ ചെയ്യും. ചെങ്കടൽ തീരത്ത് നടന്ന സംഭവം സ്തോത്രം വേദോസം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. 14-ാം അധ്യായത്തിനകത്ത് ചെങ്കടലിൻ്റെ അങ്ങേക്കരയിലാണ്. അങ്ങേക്കരയിൽ നിന്നുകൊണ്ട് അക്കരെ കയറാൻ നിവൃത്തിയില്ലാതെ വളരെ ഭാരപ്പെടുകയാണ്. ഫറവോനും സൈന്യവും അവരുടെ പുറകെ എത്തി വരുന്നു. ജനമെല്ലാം ഭയപ്പെടുന്നു, മോശയോട് പിറുപിറുക്കുന്നു. മോശയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്തോത്രം മോശ കരയുന്നു. അങ്ങനെ പല സംഭവങ്ങൾ അങ്ങേക്കരയിൽ നടക്കുകയാണ്. അങ്ങനെ മോശ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് പറയുന്നു 14:15 പറയുന്നത് എങ്ങനെയാണ്? നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അപ്പൊ അവിടെ മോശ എന്ത് ചെയ്യുന്നുണ്ട്? നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ നിലവിളിക്കുന്നത് കാണുന്നില്ല. 1-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത് മോശ സ്തോത്രം എല്ലാ വഴി അടഞ്ഞിട്ട് പെൺപിള്ളേരെ പോലെ, പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചല്ല കേട്ടോ, സ്തോത്രം, അതുപോലെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് കരയല്ല. മോശ 13-ലും 14-ലൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ ധൈര്യമായിരിക്കുക, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പോവുകയാ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരിക്കലും കാണുകയില്ലെന്നാ മോശ പറയുന്നത്. പക്ഷെ 30 ലക്ഷം ആളുകളുടെ മുമ്പിൽ മോശ കരയുന്നില്ല. പക്ഷെ ദൈവം വന്നിട്ട് പറയുന്നത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അപ്പൊ ഞാൻ പറയാം, ആരും കാണാതെ മോശ ഉള്ളുകൊണ്ട് കരയുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കാര്യം നടക്കും, ഇത്രയും പേരുടെ നടുവിൽ എന്ത് മറുപടി ഉണ്ടാകും? വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ദൈവം സ്തോത്രം ലാസ്റ്റ് മൂമെന്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ, ഈ വിശ്വാസം പറയുമ്പോഴും, ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരിക്കലും കാണില്ല, യഹോവ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോഴും ഈ മനുഷ്യൻ നിലവിളിക്കുന്നത് അഹരോൻ കാണുന്നില്ല, മിരിയാം കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗം ഇന്ന് പകൽക്കാലം ഞാൻ വായിക്കാൻ ഒരു കുറിവാക്യം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ദൈവം ചിലരോട് പറയുന്നു, ആരും അറിയാതെ കരയുന്ന കരച്ചില് കാണുന്നത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ഇന്ന് ഇതിനകത്ത് ഏതൊരപ്പൻ, ഏതൊരമ്മ സ്തോത്ര വിശ്വാസത്തിന്റെ പുറത്ത് മറ്റുള്ളവരുടെ നടുവിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ആത്മാവിൽ നിറഞ്ഞ് പാടുമ്പോഴും ചില വിഷയങ്ങളുടെ നടുവിൽ ഉള്ളുകൊണ്ട് കരയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന നിന്റെ ആരാധനയാണ്. നിന്റെ ജീവിതത്തിന്റെ പുറകിൽ ചിലത് ദൈവം ചെയ്യാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് കർത്താവ് ചില കാര്യങ്ങൾ അത്ഭുതമാക്കാൻ
വിശ്വസിക്കുന്നവർ ആരാധിച്ച ആത്മാവിന്റെ ബലത്തോടെ കരയുന്നവനോട് കൂടെ നിൽക്കുന്ന ദൈവം. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് കരയുന്നത് എന്ത്? ബാക്കി നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ചുരുക്കി പറയാം. അവിടെ വടിയെടുത്ത് കടല് പിളർക്കുക, ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. 14-ാം അധ്യായം വായിച്ചാൽ അതൊരു എന്താ പറയുക, ഒരു ദൃക്സാക്ഷി വിവരണമാണ്. എന്ന് പറഞ്ഞാൽ ആ സംഭവം കണ്ട ഒരാൾ, ഒരു പത്ര റിപ്പോർട്ടർ, സ്തോത്രം, ഒരു അപകട സ്ഥലത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അവിടെ വരുമ്പോൾ ക്യാമറ കൊണ്ടോ അല്ലെങ്കിൽ സ്തോത്രം ഒരു ചാനലുകാരോ വരുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്തോത്രം, അവിടെ നിൽക്കുന്നവരോട്, ദൃക്സാക്ഷികളോട് ചോദിക്കുന്നു. അങ്ങനെ അതാണ് വാസ്തവത്തിൽ 14-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ: മോശ കടലിന് നേരെ വടി നീട്ടി. കടലിന് നേരെ വടി നീട്ടുമ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റയച്ചു. അങ്ങനെയല്ല അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അറിയാവുന്നതാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് വായിക്കാത്തത്. അതൊക്കെ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട്. ഒരു കിഴക്കൻ കാറ്റടിച്ചു, കാറ്റ് വന്ന് കടൽ പിളർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അക്ഷരികമായി 14-ാം അധ്യായത്തിനകത്ത് അങ്ങനെയാണ്. പക്ഷേ ഈ കടലിനൊരു മറുകരയുണ്ട്. സ്തോത്രം. ഇങ്ങേക്കര നിന്നുകൊണ്ടാണ് ഈ കരച്ചിലും നിലവിളിയും ഇതെല്ലാം. 15-ാം അധ്യായം ഈ കടലിൻ്റെ അങ്ങേക്കരയിലാണ് ഇപ്പോൾ അവര്. സ്തോത്രം. അങ്ങേക്കരയിൽ നിന്നുകൊണ്ട് ആ സംഭവത്തെ ആത്മാവിൽ പാടുമ്പോൾ മോശ പറയുന്ന ചില വരികൾ 15-ാം അധ്യായത്തിലുണ്ട്. 15-ന്റെ 8 വായിച്ചു നോക്കാമോ? 15-ന്റെ 8. പുറപ്പാട്. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും. മതി. സ്തോത്രം. നിങ്ങൾ നോക്കേ, 15-ാം അധ്യായം ദൃക്സാക്ഷി വിവരണം അല്ല, കണ്ടിട്ടെഴുതുന്നതല്ല, ആത്മാവിൽ പറയുന്നതാണ്. അങ്ങനെ അറിയാം. 15-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അറിയാം. കാരണം അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയ വാക്ക്, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാക്കുമെന്ന്, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. അപ്പോൾ ഈ 15-ാം അധ്യായത്തിനകത്ത് വന്നപ്പോൾ ഇവിടെ പറയുന്ന ശത്രു ഫറവോനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഫറവോൻ മോശയെ പറഞ്ഞയക്കുമ്പോൾ ഇത് പറഞ്ഞാണോ അയച്ചത്? ഇല്ല. ആ ഭാഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. മോശ 10-ാമത്തെ ബാധ, കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ ഫറവോൻ മോശയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ പിന്തുടരും, പിടിക്കും, നീ എവിടെ പോയാലും നിന്നെ ശരിയാക്കുമെന്നും പറഞ്ഞല്ല വിട്ടത്. വായിച്ചിട്ടുള്ളവർക്കറിയാം. മോശയോട് പറഞ്ഞയച്ചത്, നീ നിന്റെ ജനവുമായിട്ട് നിന്റെ ദൈവത്തെ ആരാധിക്കാൻ പൊക്കോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഫറവോൻ പറഞ്ഞു. അപ്പൊ പ്രഥമ ദൃഷ്ടിയാൽ യാത്രയാക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ ആത്മാവിൽ കയറിയപ്പോൾ മോശ പറയുന്നു, സ്തോത്രം, അങ്ങനെ പറഞ്ഞെങ്കിലും ശത്രു ഉള്ളുകൊണ്ട് പറഞ്ഞത് ഞാൻ വിടിയേല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിടിക്കും, എൻ്റെ വാളൂരും, എൻ്റെ വാളാൽ നിന്നെ തീർക്കും, എൻ്റെ ആശ നിന്നിൽ നിറവേറ്റും. ഇത് മനസ്സിലാകണമെങ്കിൽ ആത്മാവിൽ കാര്യങ്ങളെ കാണണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ വാക്കുകളൊക്കെ എടുത്തു തരുന്നത്, സ്തോത്രം, ശത്രുവിന്റെ ആശ നിന്നിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ സഭയിലോ നിറവേറ്റാൻ ദുഷ്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാധന ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് കർത്താവിന്റെ നാമത്തിൽ ആ ആശ നടക്കരുത്. രക്തത്താലെ ജയം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആരോടെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കാതെ ആത്മാവിൽ പ്രതികരിച്ചോളണം. കാരണം ശത്രുവിന്റെ ആശ നടക്കാനല്ല ദൈവം നിന്നെ ചോര കൊണ്ട് വിലക്ക് വാങ്ങിയത്, പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിന്നെ വിലക്ക് വാങ്ങിയത്, നിന്നെ ചെങ്കടൽ കയറ്റിയത്, നിന്നെ വിടുവിച്ചത്, മോശയെ നിന്റെ അടുക്കൽ അയച്ചത് നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയിലോ ശത്രുവിന്റെ ആശ നടക്കാനല്ല.
കൃപാരാബാന ശബനഗടഗജനദിയാര. രക്തം 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 രക്തം. വിബാരാബാല ശംദര ജലദന. യെസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനെ 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 പരിശുദ്ധനെ. ദൈവാത്മാവ് നിങ്ങളെ ചിലരോട് പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക. നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ശത്രുവിന്റെ ഇഷ്ടം നടത്താനല്ല. നിന്നെ ഇത്രയും പഠിപ്പിച്ചത് ശത്രുവിന്റെ ഇഷ്ടം നടത്താനല്ല. നീ ഇത്രയും പരീക്ഷ എഴുതി ജയിച്ചത് ശത്രുവിന്റെ ഇഷ്ടം നടക്കാനല്ല. നിന്നിൽ ദൈവഹിതം നടക്കണം. നിന്നെ ദൈവത്തിന് മാനിക്കണം. അതിന് വിരുദ്ധമായ സകല ദുഷ്ടന്റെ ആശകളും കൃപാര ജലാധര ഹംദരാധര ഹടഗജനാധര. യെസ്, ഉടലവരഗജന ഹടഗജനാധര. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവെന്ന പകലിൽ ഈ ശുശ്രൂഷയിൽ നമ്മോട് അരുളി ചെയ്യുന്നു, നിന്നെ ഇത്രയും ഒരുക്കിക്കൊണ്ടുവന്നത്, നിന്നെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത്, നിന്നെ കർത്താവ് ഫറവോന്റെ കയ്യിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് ഇവിടെ വെച്ച് ശത്രുവിന്റെ ആശ നടക്കാനല്ലെന്ന് നിങ്ങളിൽ ആരോടോ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ വെച്ച് നീ തട്ടിക്കളയണം പിശാചിന്റെ ആശയെ. ഞാൻ ഇവിടെ വരെ വന്നത് ദുഷ്ടന്റെ ആശ നടക്കാനല്ല. എന്നിൽ നിന്റെ ആശ നടക്കില്ല, എന്റെ തലമുറയിലും നടക്കില്ല. യെസ്, ജയം 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 ജയം. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ചുരുക്കി പറയട്ടെ, നമ്മൾ വായിച്ച 8-ാമത്തെ വാക്യത്തിനകത്ത് മോശെ ആത്മാവിൽ പറയുകയാണ്, ആത്മാവിന്റെ നിറവിൽ. അവിടെ ഒരു പാട്ടാണ് എഴുതിയിരിക്കുന്നത്. മോശ 15-ാം അധ്യായത്തിൽ ചെങ്കടൽ കയറി കഴിഞ്ഞപ്പോൾ മോശ പാടിയ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 15-ാം അധ്യായം തുടങ്ങുന്നത്. ആ പാട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് എഴുതിക്കൊണ്ട് വന്നതല്ല. ഞാൻ ഈ ദൂത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്ന് നമ്മൾ പാടിയ എല്ലാ പാട്ടുകളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ എഴുതിയ പാട്ട്, നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന പാട്ട്. സ്തോത്രം. ഒരുപക്ഷെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇന്നത്തെ സഭാഗത്തിൽ ഈ പാട്ടുകളാ പാടേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പാട്ട്. ആ പാട്ടുകളാ ഇന്ന് നമ്മൾ പാടിയത്. പക്ഷെ മോശ ചെങ്കടൽ കയറിയപ്പോൾ മോശയുടെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ല വന്നത്. അത് കയറിയപ്പോൾ ആ സമയത്തുണ്ടായ പാട്ടാ. അത് എഴുതി വെച്ച പാട്ടല്ലത്. ആ പാട്ടിൻ്റെ വരികളൊക്കെ അവിടെ വെളിപ്പെട്ടതാണ്. ആ വെളിപ്പെട്ട വരികൾ പാട്ടായിട്ട് വരികയാണ്. അത് അന്നേരം ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവം വെളിപ്പെടുത്തി വരുമ്പോൾ മോശ 8-ാമത്തെ വാക്യത്തിൽ പറയുക, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളമെല്ലാം കൂടി കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചറവാലെ നിന്നു. ചെങ്കടൽ വിടുന്ന സംഭവം ഈ പറയുന്നേ, അല്ലാതെ ഉൽപ്പത്തി 1 ഭൂമി പൊങ്ങി വന്ന കാര്യമല്ല. 14-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു, വടി നീട്ടിയപ്പോൾ കിഴക്കൻ കാറ്റാ വന്നേന്ന്. പക്ഷെ 15-ാം അധ്യായത്തിൽ പറയുന്നു കിഴക്കൻ കാറ്റിനെയോ വടിയെയോ ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നു എൻ്റെ ദൈവത്തിലെ മൂക്കിലെ ശ്വാസമാണ് വെള്ളത്തെ തള്ളി ഒരു ഭാഗത്തേക്ക് മാറ്റിയത്. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തെ തള്ളി മാറ്റിയത്. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊരു കൊച്ചു പ്ലേറ്റിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് പിള്ളേരാണെങ്കിലും ചെയ്തു നോക്കണം. ഒരു ചെറിയ പ്ലേറ്റിനകത്തേ ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കരുത്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഊതുമ്പോൾ വെള്ളം ഒരു ഭാഗത്തേക്ക് തള്ളി മാറും. കണ്ടിട്ടുണ്ടോ? പ്ലേറ്റിൻ്റെ അടി തെളിയും. നമ്മൾ ഊതിയാൽ അര ഗ്ലാസ് വെള്ളമേ നീങ്ങുള്ളൂ. പക്ഷെ ദൈവം ഊതിയാൽ ഒരു കടലിലെ വെള്ളം നീങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ മുമ്പിലെ സമുദ്രം പോലെ കിടക്കുന്ന വിഷയമൊക്കെ ദൈവത്തിനൊരു ഊത്തിനേ ഉള്ളൂ.
നമ്മൾ ഇന്ന് തല പൊട്ടി പ്രഷറും കയറി ഗുളികയും കഴിച്ച് സ്തോത്രം നാളെ നേരം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഓർത്ത് വഴിയില്ലാതിരിക്കുന്ന വിഷയങ്ങൾ നീ ഒറ്റയ്ക്കാന്ന് ഓർക്കരുത്. നിനക്കൊരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങളോട് പറയണം, എന്റെ ദൈവത്തിനൊരു ഊത്തിനേ ഉള്ളൂ. നീ എന്റെ കർത്താവ് ഊതിയാൽ തെളിയാനുള്ള വഴിയേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ചില വഴികൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്താൽ സ്വർഗം തെളിക്കട്ടെ. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവോടെ ആത്മശക്തിയോടെ കൃപയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് തന്നെയല്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ ശ്വാസത്താൽ സംഭവിക്കുന്ന എന്തോ വൻപൻ വിടുതലുകളെ കുറിച്ച് മാലയിൽ കോർക്കാൻ പാകത്തിന് മുത്തുമണികൾ പോലെ വേദപുസ്തകത്തിലെ വാക്യങ്ങളുണ്ടെന്നറിയാമോ? ദൈവം തന്റെ ശ്വാസത്താൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നേ? ഒരു വാക്യം കൂടി വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പ്രസംഗം ഞാൻ സ്വത്രം വാക്യം കിടക്കുകയാണെങ്കിലും ആ റോളിൽ ശരിക്കും ദൈവം ഇട്ടിരിക്കുന്ന കുറേ വെളിപ്പാടുകൾ പറയാൻ വേണ്ടി. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണോ നോക്കി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്. 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ ശ്വാസത്താൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ആ ധൈര്യം നമ്മുടെ അകത്ത് വരാൻ വേണ്ടി പറയാം. ഒന്ന് വായിച്ചേ. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയോടെ പ്രഭാവത്താൽ നശിപ്പിക്കും. 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ തടുക്കുന്നവനുള്ളത് കൊണ്ട് അധർമ്മത്തിന്റെ വ്യാപാരത്തിന് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പൈശാചികവും സാത്താന്യമായിരിക്കുന്ന കാര്യങ്ങളെയാണ് അധർമ്മത്തിന്റെ മർമ്മം എന്ന പേരിൽ അവിടെ അറിയുന്നത്. അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യാപരിക്കുന്നതിന് തക്കവണ്ണം നമുക്ക് എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കും വിഷയത്തിന് ഇടയിൽ തടുക്കുന്നവനുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവമക്കൾ ഉള്ളത് കൊണ്ടും ലോകത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉള്ളത് കൊണ്ടും പിശാച് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഇവിടെ നടക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നടക്കും. പൗലോസ് ഒരിക്കൽ കപ്പൽ യാത്രയിൽ പറഞ്ഞു, സ്തോത്രം, എന്താണെങ്കിലും നാം റോമിലെത്തും, പക്ഷെ നാം ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാണ്. അയച്ചിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തിയില. എന്നർത്ഥം എന്താ? ഈ യാത്രയ്ക്കകത്തൊരു തട്ടുമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ യാത്ര റോമിലെത്തും. സ്തോത്രം. എന്നാ പിന്നെ അത്ര എഴുതിയ സ്ഥിതിക്ക് ഇങ്ങനെയാണെന്നല്ല, ഇത്രയും ചെയ്ത സ്ഥിതിക്ക് തട്ടുമുട്ടില്ല, അതങ്ങ് എത്തിക്കൂടെ? ജീവിതമാണോ? ചിലപ്പോഴൊക്കെ ചില പാറയിൽ മുട്ടി വീഴും. പക്ഷെ അങ്ങനെ വീണത് കൊണ്ട് യാത്ര തീരില്ല. നിന്നെ അവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ആ കപ്പല് പൊളിഞ്ഞാൽ അടുത്ത കപ്പലെ നിന്നെ കയറ്റും. കാരണം ദൈവം പറഞ്ഞിരിക്കുക നീ റോമിലെത്തൂന്ന്. അതുകൊണ്ട് തട്ടിയോ മുട്ടിയോ വീണോ, പരീക്ഷയ്ക്ക് 5 മാർക്ക് കുറഞ്ഞോ, ഒരു പ്രാവശ്യം പനി പിടിച്ച് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയോ, ഇതൊന്നും റോമിലെത്താൻ തടസ്സമല്ല. തട്ടും മുട്ടും ഒക്കെ ഉണ്ടാകും, പക്ഷെ തട്ടും മുട്ടും അല്ല വിഷയം, അങ്ങ് റോമിലെത്തിയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിശാച് അധർമ്മത്തിന്റെ മൂർത്തി പലതും ചെയ്യാൻ പ്ലാൻ ചെയ്ത് അജണ്ടകൾ തയ്യാറാക്കി നിന്റെ വീട്ടിൽ ഇറക്കുമതി ചെയ്യാൻ, നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുകയല്ല. ചിലപ്പോൾ ഒരു ചെറിയ പോറലുണ്ടായേക്കാം. സ്തോത്രം. ചെറിയ ചെറിയ കാര്യങ്ങൾ പാറയെ തട്ടി വീടെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായേക്കാം. മനസ്സിലായോ? സ്തോത്രം. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി തരാം. ഉദാഹരണമാണ്, പോകുന്ന വഴിക്ക് സ്തോത്രം വണ്ടി തലയും കുത്തി വലിയൊരു 100 അടി താഴ്ചത്തേക്ക് മറഞ്ഞാനാണ് അധർമ്മമൂർത്തി പ്ലാൻ ചെയ്തത്. പക്ഷെ തടുക്കുന്നവനുള്ളത് കൊണ്ടൊരു കുറ്റി തട്ടി ടയർ പഞ്ചറായി എന്നുള്ളത് ശരിയാണ്, കുഴി പോയില്ല. മനസ്സിലായോ? പലതും സംഭവിച്ചത് അതാണ്. ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേക്കാതിരിക്കാനാ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ ആശ നടന്നില്ല, കാരണം തടുക്കുന്നവനുണ്ടായിരുന്നു.
ഇന്ന് പകലിൽ സഭയ്ക്കകത്ത് ഇത് പറയുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കിയല്ല, ഉട്ടോപ്യൻ പറയല്ല. നിന്നെ ഒതുക്കാൻ, നിന്റെ കുടുംബത്തെ ഒതുക്കാൻ, അപമാനമാക്കാൻ, വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പിശാച് ഉരുട്ടിക്കൊണ്ടുവന്ന് പല തടങ്ങൾ പാറകളും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് പ്ലാൻ ചെയ്തത്, നീ ഒരിക്കലും എഴുന്നേക്കരുത്, നീ ഒരിക്കലും ഇനി ഒരു സാക്ഷി, നിന്റെ ദൈവം കഴിവില്ലാത്തവനാന്ന് പറയിപ്പിക്കണം. നീ കരഞ്ഞിട്ട് ഗുണമില്ലാതെ പോയി, നിന്റെ സഭ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലാതെ പോയി എന്ന് പറയിപ്പിക്കാനാണ് സാത്താൻ പദ്ധതി ഇട്ടത്. പക്ഷെ അവന്റെ പദ്ധതി നടന്നില്ല. 3-4 ദിവസം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട വന്നു. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെയായി. മോശയുടെ കാര്യം പറഞ്ഞതുപോലെ പുരുഷത്വമുള്ള മോശ സ്തോത്രം നെഞ്ചുരുകി കരയേണ്ട വന്നത് ശരിയാണ്. പക്ഷെ കടൽക്കര തീർന്നില്ല, അക്കര കയറി. ഇന്ന് പകലിൽ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ദൂതാണ്, കർത്താവിന്റെ വെളിപ്പാടാണ്. സ്വർഗം പറയുന്നു, അവന്റെ ആശ നടന്നില്ല, നിന്റെ വീട്ടിൽ നടന്നില്ല, നിന്റെ തലമുറയിൽ നടന്നില്ല, നിന്റെ ജീവിതത്തിൽ നടന്നില്ല. അതോർത്ത് ദൈവത്തെ എങ്ങനെ സ്തുതിക്കാമോ, എങ്ങനെ മഹത്വപ്പെടുത്താമോ, അതുപോലെ ദൈവത്തിന് യേശുവേ, യേശുവേ, രാജാവേ, നന്ദി, നന്ദി, നന്ദി യേശുവേ. ഹല്ലേലൂയ. റുകബാന ബൗഡബാന ഹന്ദരാദര റബല ജഗല രഗദ രഗദ ലൗഷാര മസരിയ. യെസ്. പരിശുദ്ധനേ, നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ. കൃപാരബാരബാരബ ശന്ദരേ ശുഖാനാദ ധാര ജാല ഭൗഡ ഭാര താരിക രഗന ധരയ തല ഭൗഷ രഗന ധാര പപ്പ സ്വർഗീയ നാദ. നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹതുര ബശതരദ നിഗദര ഷൈഡജന ഹഡഗജന ചസി. ഹല്ലേലൂയ. സഭയെ നാണം കെടുത്താനായിരുന്നു സാത്താന്റെ പ്ലാൻ. വിശ്വാസികളെ സ്തോത്രം ഹല്ലേലൂയ അവിശ്വസിപ്പിക്കാനായിരുന്നു പിശാചിന്റെ പ്ലാൻ. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളോട് എതിർ ചോദ്യം ചോദിപ്പിക്കാനായിരുന്നു പിശാച് പ്ലാൻ ചെയ്തത്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ആ അജണ്ട ദൈവം കീറിക്കളഞ്ഞു. ഇനി അത് നടക്കുകയില്ലെന്ന് പറയാൻ ദൈവാത്മാവ് ഇതിനകത്ത് ആലോചന പറയുകയാണ്. ഇനി അത് നടക്കുകയില്ല, നടക്കുകയില്ല. അധർമ്മത്തിന്റെ വ്യാപാരം ഉണ്ടായി, അധർമ്മത്തിന്റെ വ്യാപാരം ഉണ്ടായി. പക്ഷെ വ്യാപരിച്ചതിന് തക്കവണ്ണം ഒന്നും ഏറ്റില്ല. സ്തോത്രം. ജീവിതമായതുകൊണ്ട്, ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി ടെൻഷനും പ്രയാസവും ഒക്കെ ഉണ്ടായേക്കാം. അതിനെയൊക്കെ തരണം ചെയ്ത് വീണ്ടും നമ്മളെ ദൈവം എഴുന്നേൽപ്പിക്കും. അതല്ല പറയാൻ വന്നത്. എട്ടാമത്തെ വാക്യമാണ് സ്തോത്രം തെസ്സലോനിക്കയിൽ. അവിടെ പറയുന്നത് ഇതാണ്: ഇപ്പൊ അധർമ്മത്തിന്റെ വ്യാപാരമേ ഉള്ളൂ. കുറേയും കൂടി കഴിയുമ്പോൾ, കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ, സാക്ഷാൽ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടു വരും. സാക്ഷാൽ സാത്താനാണ്, പിശാചാണ്. ആളത്വത്തിൽ സാത്താൻ വെളിപ്പെട്ടു വരും. അങ്ങനെ സാത്താൻ ആളത്വത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ യേശു ക്രിസ്തു അവനെ ഒടുക്കി കളയുന്നതാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഒടുക്കി കളയുന്നത്? സ്തോത്രം. അയൽ രാജ്യത്തെ സൈന്യത്തെയും കൂടി വിളിച്ച് കുറെ ആയുധങ്ങൾ കടം മേടിച്ച് അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്തിയല്ല. അധർമ്മത്തിന്റെ മൂർത്തിയെ യേശു ഒടുക്കുന്നത് തൻ്റെ വായിലെ ശ്വാസത്താൽ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സാത്താനെ അത്രേ കാണാവൂ. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. പിശാചിനെ കണ്ടാ പറയണം, എൻ്റെ കർത്താവിന് ഒരു ഊത്തിനില്ല നീ. സ്തോത്രം. കാരണം വേദപുസ്തകത്തിൽ വെളിപ്പാടുള്ളവൻ എഴുതി വെച്ചിരിക്കുന്നു,
അന്ത്യകാലത്ത് അധർമ്മമൂർത്തി വെളിപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് എല്ലാവരോടും പറഞ്ഞു. പണ്ട് സ്തോത്രം കർത്താവ് ഗെത്സമന തോട്ടത്തിലായിരുന്ന സമയത്ത് പത്രോസ് വാളൂരി വെട്ടാൻ നോക്കി പറഞ്ഞു, വാളുറയിലട് എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു അധർമ്മമൂർത്തിക്കെതിരെ ആരൊക്കെ എഴുന്നേറ്റും നിങ്ങൾ അടങ്ങിയിരിക്കുക, അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ. ഇപ്പം നിങ്ങളോട് അത് തന്നെ പറയുന്നത്, അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, മോൻ അടങ്ങിയിരിക്കുക. അവസാനം എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. നീ പേടിക്കരുത്, നീ ഇളകരുത്. അവസാനം കർത്താവ് ഒരു ഊതൂതും. ആ ഊത്തിനകത്ത് അധർമ്മമൂർത്തി ഒടുങ്ങും. ഇന്ന് പകലിൽ കർത്താവ് ഈ വാക്ക് ഇവിടെ എടുത്തു പറയുമ്പോൾ വേറൊരു വാക്യമാണ് പ്രസംഗിക്കാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ഇവിടെ കർത്തൃദാസൻ 10-ാം അധ്യായം എടുത്തു വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിന് രഹസ്യമണ്ഡലങ്ങളുണ്ട്. പുറമേ കാണുന്ന പല വിഷയത്തിനപ്പുറത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ, അതിന്റെ പുറകിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ദൈവാത്മാവ് പറയാൻ പറഞ്ഞത് ഞാനൊരു ദൂതായി പറയുകയാണ്. പരിശുദ്ധനെ, ആമേൻ, 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 ആമേൻ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിലരിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ അറിയാത്തിടത്ത് എന്തോ സംഭവിക്കും. മോശ വടി നീട്ടിയത് എല്ലാവരും കണ്ടു. കിഴക്കൻ കാറ്റാന്ന എല്ലാവരും വിചാരിച്ചത്. പക്ഷെ മോശ ആത്മാവിലായപ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ് തൻ്റെ ജനത്തിന് വഴി തുറക്കാൻ വേണ്ടി ഊതിയത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉള്ളിൽ ഗ്രഹിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും, എപ്പോൾ ഒരു സഭയിൽ പ്രാർത്ഥനയ്ക്കിരുന്നാലും, നിങ്ങളൊരു ആത്മീക കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവം അതിൻ്റെ പുറകിൽ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. 2 ദിവസമോ 1 ദിവസമോ ദൈവാത്മ പ്രേരണയിൽ ഒരു ഉപവാസം ഇരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെ പ്രാർത്ഥിച്ചിരിക്കുന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ പിള്ളേർ കാണും, വീട്ടിലുള്ളവർ കാണും. പക്ഷെ അവർ കാണാത്ത ചിലത് ദൈവം ചെയ്യും. ആത്മീകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത്. നമ്മുടെ യോഗത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ പറഞ്ഞത് ഈ പകലിലെ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ, രാത്രി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, സ്വർഗം ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വാർത്ത കിട്ടട്ടെ. ദൈവം ചെയ്യട്ടെ. അത്രയ്ക്ക് വിശ്വസിക്ക്, അതിര് കടന്ന് വിശ്വസിക്ക്. ദൈവത്തിന് കഴിയും. മനസ്സ് തുറക്ക്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വേഗത്തിലൊരു വാക്യം വായിച്ച് ഇവിടേക്ക് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന ഒരു വാക്യം വായിച്ച് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പാസ്റ്ററിനോട് പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു നിർത്താം. തിടുക്കത്തോടെ ഞാൻ ആ വാക്യം വായിച്ച് അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം ഇതുപോലെ സ്തോത്രം ദൈവത്തിൻ്റെ ദൂതായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത് വാക്യം വായിച്ചു കേൾപ്പിക്കും. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാമോ? അതുകൊണ്ടവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, അതുകൊണ്ടവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സ്തോത്രം. വളരെ പരിചിതമായ വാക്യം, ചിലപ്പോൾ മനഃപ്പാടമായ വാക്യം. ആ വാക്യമാണ് ദൈവസന്നിധിയിൽ സ്തോത്രം ഇന്ന് ഇവിടെ വൈകിട്ട് വരേണ്ടി വരുമെന്ന് ഇന്ന് ഞായറാഴ്ച 1-2 ഇടത്ത് ശുശ്രൂഷിക്കാൻ സ്തോത്രം ഷാർജയിൽ ഉണ്ടായിരുന്നത് കൊണ്ട്
രാവിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വൈകുന്നേരം ഇവിടെ വരേണ്ട വരുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞ വാക്ക്, അതിനോടനുബന്ധപ്പെട്ട പല കാര്യങ്ങളും മുൻകാലങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ദൈവം അത് കൊണ്ടുവന്നു. വൈകുന്നേരം ഇവിടെ വരുമ്പോൾ ഇത് പറയാൻ, ആ ഒരു പ്രേരണയിൽ ഞാൻ ആ വാക്യം വായിക്കുകയാണ്. സുപരിചിതമാണെങ്കിലും ആ വാക്യത്തിനകത്ത് നിന്ന് അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് ഇവിടെ പറയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇവിടെ പറയുന്ന നിങ്ങൾ ഒരു കൂട്ടരെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നത് ലോകത്തിലെ മുഴുവൻ ആളുകളോടല്ല പറയുന്നത്. നിങ്ങളെ എന്ന് പറയുമ്പോൾ ആരെയാണെന്ന് വിചാരിക്കണം. ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പൊതുജനത്തിനല്ല, സഭയ്ക്കാണ്. ലേഖനങ്ങളെല്ലാം സഭയ്ക്കാണ്. ആ ലേഖനത്തിൻ്റെയൊക്കെ ആമുഖത്തിൽ ആദ്യത്തെ വാക്ക് വായിച്ചാൽ അറിയാം ലേഖനം ആർക്ക് എഴുതിയിരിക്കുന്നതെന്ന്. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, പിതാവ് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തു രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതും. ഞാൻ വായിച്ച 1-2 പത്രോസിൻ്റെ ലേഖനം 1-2. വൃദ്ധന്മാരായവർക്ക്. വിശ്വാസികളെ വേദപുസ്തകത്തിൽ വിളിക്കുന്ന ഒട്ടനവധി പേരുകളുണ്ട്. അതിലൊരു പേരാണ് വൃദ്ധന്മാർ, വേർതിരിക്കപ്പെട്ടവർ. അവർക്കാണ് ഈ ലേഖനം എഴുതിയത്. അവരോടാ പറയുന്നത് നിങ്ങളെ ദൈവത്തിന് ഉയർത്താനുണ്ടെന്ന്. പതിയുന്നൊരു കാര്യം പ്രഥമനിഷ്ഠയെ മനസ്സിലാക്കണം. സഭയ്ക്കകത്ത് വന്നതോടുകൂടെ വളർച്ച മുരടിച്ചില്ല, ഉയർച്ച നിന്നില്ല. അപ്പോസ്തലനോട് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളെ ദൈവത്തിന് ഇനിയും ഉയർത്താനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്ത് വന്നവരെ, സഭയ്ക്കകത്ത് വന്നവരെ, ലേഖനത്തിൻ്റെ ഉടമകളെ, വിശ്വസ്തന്മാരായിരിക്കുന്നവരെ, വൃദ്ധന്മാരായിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയുന്നു ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ട് ഇന്ന് സഭ വിശ്വസിക്കണം, എൻ്റെ വളർച്ച തീർന്നില്ല. ശുശ്രൂഷകന്മാരും ദൈവമക്കളും ഒക്കെ വിചാരിക്കണം എന്തെല്ലാം പ്രശ്നം ഇപ്പൊ 2024 21 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിക്കാണും 2023 കഷ്ടമാണെന്ന് തോന്നുന്നു എന്ന്. പക്ഷെ അങ്ങനെ തോന്നിയാലും നിങ്ങളോട് വചനത്തിന് പറയാനുള്ളത് ദൈവത്തിന് നിന്നെ ഉയർത്താനുണ്ട്. നിന്റെ ഉയർച്ച തീർന്നിട്ടില്ല, നിന്റെ വളർച്ച തീർന്നിട്ടില്ല, നിന്നോടുള്ള ദൈവത്തിന്റെ പ്രിയത്വം തീർന്നിട്ടില്ല, ദൈവത്തിന്റെ ഇടപെടലുകൾ തീർന്നിട്ടില്ല. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസ്തന്മാരോടും വിശ്വാസികളോടും വൃദ്ധന്മാരോടും അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ പത്രോസിനൊരു ലേഖനം എഴുതാൻ ദൈവാത്മാവ് അവസരം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് തൻ്റെ ലേഖനത്തിനകത്ത് ചേർത്തതല്ല. സ്തോത്രം. തൻ്റെ ലേഖനം എല്ലാം ദൂത് ദൈവം കൊടുക്കും, പക്ഷെ ദൂത് അവതരിപ്പിക്കാനുള്ള അവകാശം പ്രഭാഷകർക്കും എഴുത്തുകാർക്കും ദൈവം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരു സംഭവം അവതരിപ്പിക്കുക. ഇപ്പം എനിക്കൊരു ദൂത് തന്നു, ഈ പ്രസംഗം തിരക്കഥ എഴുതി തന്നതുപോലെ സിനിമയ്ക്കോ നാടകത്തിനോ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിനേതാക്കൾ 6-10 പേരുണ്ടെങ്കിലും അവർ പറയേണ്ട ഡയലോഗുകളെല്ലാം തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുക. സിനിമയെക്കുറിച്ച് പറയുന്നത് പിണക്കമുള്ള നിങ്ങളോട് ഞാനത് പറഞ്ഞുപോയി, ക്ഷമിക്കുക. ഞാനത് അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സ്തോത്രം. അത് മുഴുവൻ എഴുതി വെച്ചിരിക്കുക. ആ എഴുതി വെച്ചിരിക്കുന്നത് കർട്ടന് പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് സ്റ്റേജിൽ നിൽക്കുന്നവൻ പറയുന്നെന്നുള്ളൂ. പക്ഷെ പ്രസംഗവേദിയിൽ പാസ്റ്ററോട് ചോദിച്ചു നോക്ക്. സ്തോത്രം. തിടുക്കത്തോടെ നമ്മൾ സഭാഗത്തിന് സന്ദേശം തയ്യാറാക്കുമ്പോൾ 1.5 മണിക്കൂർ നേരത്തെ പ്രസംഗം മുഴുവൻ തിരക്കഥ എഴുതി തരികയല്ല ദൈവം. ഒരു ദൂത് തരും, ഒരു ദൂത്. ആ ദൂത് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പുൾപ്പിറ്റിൽ നിൽക്കുന്ന പ്രസംഗിയന് ദൈവം തരിക. അതുകൊണ്ടാണ് ജനപ്രിയ പ്രസംഗിയവരുണ്ടാവുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഇരുന്നേനെ. സ്തോത്രം. മനസ്സിലായോ? തകഴിയുടെ ചെമ്മീൻ ആര് വായിച്ചാലും ഒരുപോലെ ഉള്ളൂ. കാരണം എഴുത്തിയത് തകഴിയാ, എല്ലാവരും ഒരുപോലെ. പക്ഷേ പ്രസംഗം ദൈവാത്മാവ് ഒരു ദൂത് തരുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തരിക. അത് സ്വന്തം അനുഭവത്തിലൂടെ അവതരിപ്പിക്കണോ, വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ അനുഭവത്തിലൂടെ അവതരിപ്പിക്കണോ,
ശാസ്ത്രീയ തെളിവിലൂടെ അവതരിപ്പിക്കണോ, ആനുകാലിക വിഷയത്തിലൂടെ അവതരിപ്പിക്കണോ? സ്തോത്രം. അതൊക്കെ ഈ അവതരിപ്പിക്കുന്നവന്റെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് പത്രോസിന് ലേഖനം എഴുതാൻ ദൂത് കൊടുത്തു. ഈ ലേഖനം മുഴുവനും എഴുതി പത്രോസിന് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് ബൈബിളിൽ ചേർത്തോളം പറഞ്ഞല്ല, എഴുതിയത് പത്രോസാണ്. ഐഡിയ മുഴുവൻ ദൈവത്തിൻ്റെയാണ്. പക്ഷെ ഏതൊരു ചിത്രകാരനും ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു ക്യാൻവാസ്, ഒരു പ്രതലം വേണം. ഈ ഗ്ലാസിനകത്തെല്ലാം മനോഹരമായ സ്തോത്രം പെയിന്റിങ് നടത്തിയിട്ടുണ്ട്. ഒരു ചിത്രം എഴുത്തുകാരൻ്റെ കയ്യിലേക്ക് 2 ലിറ്റർ പെയിന്റ് ഒരു ബ്രഷും മേടിച്ചു കൊടുത്തിട്ട് ഈ അന്തരീക്ഷത്തിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുമോ? 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 സാറ് വലിയ പടം വരക്കാരനല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ലിറ്റർ പെയിന്റും ഉണ്ട്, 2 ബ്രഷും ഉണ്ട്. ഇവിടെ വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുമോ? ഇല്ല. അയക്ക് വരയ്ക്കണമെങ്കിൽ ഒരു ചുമരോ ഭിത്തിയോ പേപ്പറോ വേണം. ഇതുപോലെ ദൈവത്തിന്റെ ദൂത് അവതരിപ്പിക്കണമെങ്കിൽ അതിനൊരു പ്രതലം വേണം. സ്തോത്രം. അതുകൊണ്ട് പൗലോസിന്റെയും പത്രോസിന്റെയും എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ഈ പത്രോസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പൗലോസിന്റെ എഴുത്തുകളിൽ പലതും ഭയങ്കര കനമുള്ളതാ, ഗ്രഹിപ്പാൻ കട്ടിയും ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എന്താ? പൗലോസ് തന്റെ അനുഭവത്തിലൂടെ അല്ല ലേഖനങ്ങൾ അവതരിപ്പിച്ചത്. സ്തോത്രം. എവിടെയോ തല്ലുകൊണ്ട കാര്യം എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ അല്ല. പിന്നെയോ മൊത്തം വെളിപ്പാടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അറിവാണ്, ജ്ഞാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പത്രോസിനോട് ലേഖനം എഴുതാൻ പറയുമ്പോൾ സ്കൂളിൽ പോകാത്ത മീൻ പിടിച്ച് നടന്ന പൗലോസ് ജ്ഞാനിയാണ്, പറഞ്ഞു കേട്ടോടം കൊണ്ട് ആ കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റി സ്കോളറാണ്, ന്യായപ്രമാണം മുഴുവൻ പഠിച്ച ആളാണ്, പരന്ന വായനാശീലമുള്ളവനാണ്, ലോകപരിചയമുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ജ്ഞാനം വർദ്ധിക്കും അല്ലേ? സ്തോത്രം. നമ്മൾ ഇടുക്കിയിലോ കണ്ണൂരോ കാസർഗോഡോ ഏതോ ഓണംകേറാമൂലയില് അവിടെ കപ്പയും നട്ട് ചേനയും നട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു വിസ കിട്ടി, ഇവിടെ വന്നു. പല പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു, ആളുകളോട് ഇടപെട്ടു, നല്ല നല്ല ഓഫീസേഴ്സിന് കീഴെ നിന്നു. നമ്മുടെ കെട്ടുമട്ടും മാറി, നമ്മുടെ സംഭാഷണ രീതി മാറി, ശൈലി മാറി. മാറിയില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്. സത്യം പറഞ്ഞല്ലേ? ഇനി കോളേജിൽ പോകാനൊന്നുമില്ല, ഇനി പഠിക്കാനൊന്നുമില്ല. ഇനി എന്താ? നല്ല ഞാൻ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവനായിരുന്നു. ഭാഗ്യവശാൽ എൻ്റെ ജീവിതം വഴിത്തിരിയുന്ന കാലത്ത് നല്ല ആളുകളുടെ കൂടെ നിൽക്കാൻ എനിക്ക് അവസരം കിട്ടി. അതെൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എൻ്റെ വസ്ത്രധാരണം മാറി. സ്തോത്രം. എൻ്റെ കാഴ്ചപ്പാട് മാറി. പിന്നെ ആ സ്കൂളിലൊന്നും പോയില്ല. പക്ഷെ നല്ലവരുടെ കൂടെ നടന്നാൽ ഭാഷ മാറും, വാക്ക് മാറും. സ്തോത്രം. പൗലോസിന് ഈ വക എല്ലാ സോഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ പത്രോസിന് കടലിൽ നിന്ന് കർത്താവ് പൊക്കിക്കൊണ്ട് വന്നതാ. ഒരർത്ഥത്തിൽ പറഞ്ഞ അപരിഷ്കൃതരായിരിക്കുന്ന ആളുകളുടെ കൂടെ പിന്നെ കർത്താവിൻ്റെ കൂടെ നടന്ന പരിചയമുള്ളൂ. സ്തോത്രം. നേരെ കടലിൽ നിന്ന് കയറി വലയും പടകും വിട്ട് യേശുവിൻ്റെ കൂടെ നടന്നു. ആ പത്രോസിനോട് ലേഖനം എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനവും തിയോളജിയും ഒന്നും അറിയില്ല. സ്തോത്രം. അദ്ദേഹം എഴുതിയതെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ്. പത്രോസിന്റെ ലേഖനം മുഴുവൻ സ്തോത്രം ഈ വാക്കുകളെല്ലാം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അന്ന് തെളിയിക്കാൻ സ്തോത്രം പഠനം കൊണ്ടും ധ്യാനം കൊണ്ടും കഴിയും. എന്നാൽ ഈ വാക്യം ഏതാ? അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് പറയുന്നത് പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. അല്ലാതെ എങ്ങാണ്ടും വായിച്ചത് കൊണ്ടോ ആരാണ്ടും പറഞ്ഞു കേട്ടതും കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നു. നിങ്ങൾ പേടിക്കാതിരിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലിരിക്കുക, അവൻ നിങ്ങളെ ഉയർത്തുമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഞാൻ അനുഭവസ്ഥനാണെന്നാണ് പത്രോസ് പറയുന്നത്. ആ വാക്കാണ് ഇന്ന് പകരക്കാലം ആശങ്കപ്പെട്ടിരിക്കുന്ന ആരോടോ സ്വർഗം പറയുന്നത്. നീ പിടയ്ക്കാതിരിക്കുക, നീ കാല് മാറ്റി ചവിട്ടാതിരിക്കുക, നീ പിടിവിടാതിരിക്കുക, നീ വിശ്വാസത്തിൽ കുറയാതിരിക്കുക, നീ പ്രാർത്ഥന കുറയ്ക്കാതിരിക്കുക, നീ യോഗം മുടക്കാതിരിക്കുക, നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങ്, നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്ക്. പത്രോസ് പറയുന്നു അവൻ ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ.
ഈ വാക്യത്തിനകത്തെ പത്രോസിന്റെ ചിന്തകളെ ഇന്ന് നമുക്ക് സന്ദേശത്തിനായി 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി തിരിക്കാം. 4 ഭാഗങ്ങളായി തിരിക്കാം. ഞാൻ ആ 4 ഭാഗങ്ങളായി തിരിച്ച് 4 ഭാഗങ്ങളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാം. 4 കാര്യങ്ങൾ. ഒന്ന്, ഈ വാക്യത്തിനകത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. പത്രോസ് പറഞ്ഞ എന്താ? എൻ്റെ മോനെ, ഈ ഗതികേടൊക്കെ മാറും. പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 2-3 പ്രാവശ്യം പോയതാ. അമ്മയോട് അന്നേരം ആരാണ്ടും പറഞ്ഞത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പറയുന്നത് കേൾക്കാം. അമ്മ പറഞ്ഞ ഇതാ, എടി നിനക്ക് 2 ആൺപിള്ളേരാ, അവർ വളരുമ്പോൾ കഷ്ടമൊക്കെ മാറും, അതുകൊണ്ട് ചാവണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമായിരിക്കും ഇടപെട്ടത് പാവത്തിനോട് കൊണ്ടായിരിക്കുന്നത്. പക്ഷേ അത് നാട്ടു നടപ്പാ. കാലം മാറുമ്പോൾ നമ്മൾ പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകം മാറുമ്പോൾ നീയും മാറുമെന്നല്ല, ദൈവം നിന്നെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ ഉയരുന്നതല്ല, പിള്ളേരൊക്കെ വളർന്നത് കൊണ്ട് അങ്ങനെയല്ലേ പല നാട്ടിൽ സംഭവിച്ചത് അല്ലേ? വളരെ ബുദ്ധിമുട്ട്. 8 മക്കളുള്ള അപ്പൻ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് സ്തോത്രം വസ്ത്രം പോലും ഇല്ലാതെ വളർന്നു വന്ന വീടുകൾ എനിക്കറിയാം. പക്ഷെ പിള്ളേർ പെട്ടെന്ന് വളർന്നു. പെൺപിള്ളേരായിരുന്നു, നോക്കി നിന്നപ്പോൾ വളർന്നു. എങ്ങനെയോ കടം മേടിച്ച് നേഴ്സിങ്ങിന് വിട്ടു, പോയി പഠിച്ചു, സ്തോത്രം ചാടിക്കടന്ന് പോയി. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പോയി. ഇപ്പം 8 മക്കള് 8 രാജ്യത്ത്. അങ്ങനെക്കിപ്പോൾ ദൈവമില്ല, ആരുമില്ല. പക്ഷെ പുള്ളി വളർന്നു. കാരണം കാലോചിതമായ വളർച്ചയുണ്ട്. പക്ഷെ പത്രോസ് പറയുന്നത് കാലോചിതമായ വളർച്ചയല്ല, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ കയറി വായടയ്ക്കാൻ നോക്കിയാലും, ആരൊക്കെ കയറി വഴി അടയ്ക്കാൻ നോക്കിയാലും, നിന്റെ കടലാസിനകത്ത് ആരൊക്കെ ഒപ്പുവെക്കാൻ നോക്കിയാലും, നിന്നെ ആരൊക്കെ പിച്ചു ചീന്താൻ നോക്കിയാലും, ഉയർത്തുന്നൊരു ദൈവമുള്ളിടത്തോളം കാലം ദൈവത്തെ വിശ്വസിക്കുന്നവൻ പേടിക്കണ്ടെന്ന്. ഈ വാക്യത്തിനകത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യത്തിനകത്ത് ഉയർത്താൻ ഒരു കാരണമുണ്ട്. ഈ വാക്യത്തിനകത്ത് ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. ഈ വാക്യത്തിനകത്ത് ഉയർത്താൻ ഒരു സമയമുണ്ട്. 4 കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒരു വാക്യമാണ് 5:6. ഒന്നുകൂടെ പറയാം. ഈ വാക്യത്തിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. 2, ഉയർത്താൻ ഒരു കാരണമുണ്ട്. 3, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. 4, ഉയർത്താൻ ഒരു സമയമുണ്ട്. ഇത് 4ഉം ഈ വാക്യത്തിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട് പത്രോസ്. ആ 4 നമ്മൾ തല്ലി ഊരിയെടുത്ത് സ്തോത്രം അല്പാൽപമായി ചിന്തിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവിക ദൂത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. ഈ വാക്യത്തിനെന്നല്ല, വേദപുസ്തകം മുഴുവൻ ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി എന്താന്ന് കോളേജിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരോട് നിങ്ങൾ സ്തോത്രം മാതാപിതാക്കളെ വിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി സ്തോത്രം പഠിക്കാൻ വേണ്ടി ചെല്ലുന്നു, നീ ഭക്തിയോടുകൂടെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു, കുടിച്ചിട്ട് വന്ന് ബൈബിൾ വായിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് അവിശ്വാസിയായ നിന്റെ റൂംമേറ്റ് ചോദിക്കുക, നിന്റെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി എന്താന്ന് ചോദിച്ചാൽ എന്തോ പറയും മോള്? ദൈവം ആരാന്ന് ചോദിച്ചാൽ ജീസസ്. നിന്റെ ദൈവത്തിൻ്റെ പണി എന്നാന്ന് ചോദിച്ചാൽ എന്താ പറയും? പിള്ളേരെ വിട്, നമ്മളോട് ചോദിച്ചാൽ എന്താ പറയും? വാസ്തവത്തിൽ എന്താ ദൈവത്തിൻ്റെ പരിപാടി? ബൈബിൾ നോക്കിയ സൃഷ്ടിപ്പും മരണമാണോ? സ്തോത്രം ആണോ? അല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രധാന പരിപാടി ശിക്ഷിക്കലല്ല, രക്ഷിക്കലാണ്. സ്തോത്രം. നമുക്ക് തോന്നിപ്പോകും, ഞാനൊക്കെ വളർന്നു വന്ന കാലത്ത് ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗതികേട് കൊണ്ട് ഏറ്റവും അധികം ദൈവത്തെക്കുറിച്ച് കേട്ടത് ദൈവം കോപിക്കും, ദൈവം ശിക്ഷിക്കും, ദൈവം ചോദിച്ചോളൂടാ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ ദൈവത്തെക്കുറിച്ച് പറയാറുള്ളൂ. അതെപ്പോഴാണെന്നറിയാമോ? വലിയ കക്ഷികളൊക്കെ ആയിട്ട് വഴക്കുണ്ടായി, വലിയ പ്രശ്നമുണ്ടാവും. അപ്പോൾ വഴക്കുണ്ടായി നമ്മുടെ ഡിക്ഷണറിപ്പെട്ട എല്ലാ ചീത്തയും വിളിക്കും. പിന്നെ നമ്മുടെ വിളിക്കാൻ ചീത്ത ഇല്ലാതെയാവും. അപ്പോൾ അവസാനം പറഞ്ഞ ചോദ്യമുണ്ട്, നിന്നോട് ദൈവം ചോദിച്ചില്ലെങ്കിൽ. അപ്പോഴാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് കേൾക്കുക. കാരണം എന്താ? അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ചോദിക്കാനിരിക്കുന്നവനാ ദൈവം. ഞാൻ വളർന്നപ്പോൾ എങ്ങനെയാണ്? നിങ്ങളൊക്കെ ഭാഗ്യമുള്ള വീട്ടിൽ ജനിച്ചത് കൊണ്ടാ ദൈവത്തെക്കുറിച്ച് എന്ന അനുഗ്രഹം കേട്ടത്. സ്തോത്രം. പിന്നെ ദൈവം കോപിക്കും, ദൈവം ശിക്ഷിക്കും. ഞാൻ വചനം പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലായിൽ വന്നതിന് ശേഷമാണ് ദൈവം ഇത്ര അനുഗ്രഹിക്കുന്നവനാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്.
അതിനു മുമ്പ് ഗതികെട്ടൊരു വീട്ടിലായൻ്റെ പേരിൽ ഉറക്ക ചിരിച്ചാൽ അമ്മ പറയും ദൈവം കോപിക്കൂടാ, മിണ്ടാതിരടാ. സത്യമായി പറയുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു. പക്ഷെ ബൈബിള് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അങ്ങ് അറം പറ്റുമ്പോഴാണ് ദൈവം ആരെങ്കിലും ശിക്ഷിക്കുന്നത്. ക്ഷമിച്ച് അങ്ങ് അവസാനമാകുമ്പോഴാണ് ആരെങ്കിലും ദൈവം തട്ടിക്കളയുന്നത്. കൂടുതലും ദൈവം രക്ഷിച്ച ചരിത്രമാണ്. ഈ ബൈബിളിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യമായിട്ടും പറ, ഇതിനകത്ത് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, തള്ളപ്പെട്ടവരുണ്ട്, ഭൂമി വാവിടുന്ന് ഇറങ്ങി ഒക്കെയുണ്ട്. പക്ഷെ ദൈവം തമ്പുരാൻ ക്ഷമിച്ച് നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ദൈവം നടപടിയെടുത്തത്. 10 പേരെ ദൈവം ശിക്ഷിച്ചപ്പോൾ 1000 പേരെ എങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രക്ഷിച്ച ദൈവത്തെ കാണുന്നേ. ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താന്ന് ചോദിച്ചാൽ തർക്കിക്കേണ്ട, ഉയർത്തുക, രക്ഷിക്കുക, മാനിക്കുക, സ്നേഹിക്കുക, കരുതുക, സഹായിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രധാന പരിപാടി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ പറയണം, എനിക്കൊരു ദൈവത്തെ അറിയാം. സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, കണ്ണീര് തുടയ്ക്കുന്ന, സ്തോത്രം, മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന, കൈവിടാത്ത, കൂടെ വരുന്ന, സ്തോത്രം, കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ അറിയാം. അവന്റെ കൂടെ വേണ്ടും വണ്ണം ജീവിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ കൂടെ എവിടെയും വന്നിരിക്കും. എന്നെ ബൈബിളിൽ ഞെട്ടിപ്പിച്ച ചില വാക്കുകളുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. യോസേപ്പിനെ ദൈവം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. യോസേപ്പ് കാരാഗ്രഹത്തിൽ കിടന്നു. അടുത്ത വാക്ക്, ദൈവം അവനോടുകൂടെ ഇരുന്നു. ഒരു ഫോർമാലിറ്റിക്ക് പറയാതെ ഓർത്തെ, ദൈവത്തെ സ്നേഹിച്ചവനെ എല്ലാവരും കൂടി പൊട്ടക്കിണറിനകത്തിട്ടു. അവര് കിട്ടിയ കാശിന് വിറ്റു. വന്ന സ്ഥലത്ത് അവനെ ജയിലിലാക്കി. അവൻ ജയിലിൽ കിടക്കുമ്പോൾ വാതുക്കൽ ദൈവം ഇരിക്കുക. അതിനർത്ഥം എന്താ? ദൈവത്തിന് വേണ്ടവനെ അകത്തിട്ടാൽ അവനെയും കൊണ്ടേ ദൈവം പോകത്തുള്ളൂ. അവനെ ഇട്ടിട്ട് പോകുകയല്ല ദൈവം. പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു ജീവിതമാണ്, ഈ പച്ചയായ ജീവിതമാണ്. ചിലപ്പോൾ പനി വന്നേക്കാം, ചിലപ്പോൾ ഇച്ചിരി കൂടിയേക്കാം, ഒരുപക്ഷെ ICUവിൽ കിടക്കേണ്ടി വന്നേക്കാം. പക്ഷെ എൻ്റെ വിശ്വാസം പറയാം, എന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ ഇട്ടിട്ട് പോകുകയില്ല. ICUവിന്റെ വാതിക്കൽ അവൻ ഇരിക്കും, എന്നെ കൊണ്ടേ പോകുള്ളൂ. കാരാഗ്രഹത്തിന്റെ വാതിക്കൽ അവൻ ഇരിക്കും. ഞാൻ വിശ്വസിക്കുന്ന അതുകൊണ്ടൊക്കെയാ കൊറോണ കാലത്ത് ഇറങ്ങിപ്പോന്നത്. അവൻ കൂടെ ഉണ്ടായിരുന്നു. നിന്നെയും കൊണ്ട് ഇറങ്ങിപ്പോരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ പലരും രക്ഷപ്പെട്ടത്. യോസേപ്പ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ എല്ലാരും ഇട്ടിട്ട് പോയി, പക്ഷെ ദൈവം കൂടെ ഇരുന്നു. അവനെ പുറത്തിറക്കിയിട്ടാ ദൈവം പോയത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വാക്യം വിശദീകരിക്കാം. ഈ വാക്യത്തിനകത്ത് ഉയർത്താൻ ഒരു കാരണമുണ്ട്. ഉയർത്തുക എന്നുള്ള വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാറ് വലുതാക്കുക, വീട് വലുതാക്കുക, ബാംഗ്ലൂർ ഒരു വീടുണ്ട്, തിരുവനന്തപുരത്തും കൂടി ഒരെണ്ണം മേടിക്കുക, അങ്ങനെ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേദപുസ്തകത്തിൽ ഉയർത്തുക എന്ന് പറയുന്ന വാക്ക് ദൈവത്തിൻ്റെ പർപ്പസ് എന്താണോ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. അത് മനസ്സിലാകണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2:9 വായിക്കുന്നുണ്ട്, യേശുവിനെ അവൻ ഏറ്റവും ഉയർത്തി എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം എന്താ? യേശുവിന് 6 വീട് കൊടുത്തു, 4 കാറ് കൊടുത്തു എന്നാണോ അർത്ഥം? നമ്മുടെ കൺസെപ്റ്റിനകത്ത് ഉയർത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സ്തോത്രം, പ്ലെയിൻ ഇപ്പം മേടിച്ചെന്ന അറിവ്, അതാണോ? അതാ നമ്മുടെ അതല്ല. യേശുവിനെ ഉയർത്തുമ്പോഴും യേശു തലചായ്ക്കാൻ ഇടമില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ കർത്താവിനെ എവിടെ ഇരുത്താൻ പ്ലാൻ ചെയ്തോ അവിടെ വരെ എത്തിച്ചു. അതാണ്. അതിനകത്ത് നന്മ കാണും, അനുഗ്രഹം കാണും, എല്ലാം കാണും. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് പർപ്പസ്ലി സ്വർഗം എന്ത് കണ്ടോ അതിലേക്ക് എത്തുകയാണ്. ഈ വാക്യത്തിനകത്ത് പറയുന്ന രണ്ടാമത്തെ കാര്യം, ഉയർത്താൻ ഒരു കാരണമുണ്ട്. അത് 6ാമത്തെ വാക്യത്തിൽ തപ്പിയ കിട്ടിയല്ല. 5ാമത്തെ വാക്യം തീരുന്നത് നിങ്ങൾ നോക്കണം. 5ാം വാക്യം എങ്ങനെ തീരുന്നത്? താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു, അതുകൊണ്ട്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. 6ാം വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട്. അതുകൊണ്ടെന്ന് പറയുന്ന അർത്ഥം
ഏതോ ഒരു റീസൺ പുറകിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം. ബൈബിൾ എഴുതിയപ്പോൾ പത്രോസി ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 2-ാം അധ്യായം 5-ാം അധ്യായം അങ്ങനെ അധ്യായം ഇല്ലായിരുന്നു. 1-ാം വാക്യം 5-ാം വാക്യം അങ്ങനെ വാക്യമില്ലായിരുന്നു. നിങ്ങളെ തുറിച്ചു നോക്കണ്ട, നിങ്ങളുടെ ഭാഷയോട് ചോദിക്കുക, സത്യമാണെന്ന് ചോദിക്കുക. ലേഖനം എഴുതുമ്പോൾ, ബൈബിൾ എഴുതുമ്പോൾ വാക്യങ്ങളും അധ്യായങ്ങളും ഇല്ലായിരുന്നു. AD 1400 ബൈബിളിലെ അധ്യായങ്ങളെ തിരിച്ചത്. അതിനുശേഷമാണ് വാക്യങ്ങൾ തിരിച്ചത്. അപ്പോൾ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം ഇല്ല, 6-ാം വാക്യം ഇല്ല. നമ്മൾ പണ്ട് അമ്മച്ചിക്ക് കത്തെഴുതിക്കൊണ്ടിരുന്ന പോലെ ഒറ്റ കത്തായിരുന്നു. അതിനെ ദൈവത്തിന് മനസ്സിലായി, ഇത്രയും വലിയ കത്ത് കൊടുത്താൽ നമ്മൾ വായിക്കുകയില്ല, അതുകൊണ്ട് വായിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ട് അധ്യായം തിരിച്ചതാ. പിള്ളേർക്ക് രാവിലെ നമ്മൾ എളുപ്പത്തിന് ബ്രേക്ക്ഫാസ്റ്റ് അതുങ്ങളെയും പറ്റിക്കും, നമുക്ക് എളുപ്പമുണ്ട്, ഒരു ഏത്തക്ക പൊടിയും കൊടുക്കും. അപ്പോൾ ഈ കൊച്ചിൻ്റെ മുമ്പിലേക്ക് ഇത്രയും വലിയ ഏത്തക്ക കൊടുത്ത് അവൾ വെള്ളം വെക്കും. ഇതോ അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനൊരു 8 മുറിക്കും. കൊച്ചു കഷ്ണമാകുമ്പോൾ കൊച്ചു പതുക്കെ പറ്റീരങ്ങ് സ്വീകരിക്കും, ഒരേത്തക്ക മുഴുവൻ തിന്നും. ഇത്രയും വലുത് കൊടുത്താൽ അമ്മയോട് പറയും, എനിക്കിത് വേണ്ട, ആനക്കൊമ്പ് പോലെ ഇരിക്കുന്നു, എൻ്റെ വയറ് കൊച്ചാന്നറിയില്ലേ. ഇത് തന്നെയാണ് ദൈവം അവിടെ ചെയ്തത്. ഇത്രയും വലിയൊരു കത്ത് തന്നാൽ ഇപ്പം തന്നെ നമ്മൾ വായിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവം തമ്പുരാൻ ചെയ്തു, ഏത്തക്ക 8 മുറിച്ചതുപോലെ 5 മുറിച്ചു. എന്നിട്ടും വായിക്കുന്നില്ലല്ലോ. സ്തോത്രമോർത്ത്. അപ്പം ഇത് എഴുതിയപ്പോ എല്ലാവരും അങ്ങനെ വെച്ചു, പക്ഷെ പിന്നീടത് ഇങ്ങനെ ചെയ്തു. അപ്പം അന്ന് ഈ വാക്യങ്ങളില്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം. അപ്പോൾ ഒറ്റ കത്താണ്. അവ പറയാണ്, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങളായും ഉയർത്തും. അപ്പൊ ഉയർത്താനുള്ള കാരണം വേറൊന്നുമല്ല, കൃപയാണ്. ഞാൻ കുറച്ചുകൂടെ തെളിച്ച് പറയാം, നിരുത്സാഹപ്പെടുത്തിയല്ല, ഈ ദൂതിൻ്റെ സത്യസന്ധത പറയാം. നമ്മളങ്ങ് എന്നും അങ്ങ് വെള്ളം കുടിക്കാതെ ഉപവസിച്ചത് കൊണ്ടോ അങ്ങ് പ്രാർത്ഥനയോടുകൂടെ മാത്രം ഇരുന്നുകൊണ്ടൊന്നുമല്ല. അങ്ങനെയുള്ളവർ മാത്രമല്ല, വേദപുസ്തകത്തിൽ ആരെങ്കിലും ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃപയാലാണ്, ആർക്കും പുകഴാനില്ല. ഇന്നിവിടെ ഇരിക്കുന്നവരാരെങ്കിലും ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവത്താൽ ഉയർത്തപ്പെട്ടെങ്കിൽ, സ്കൂളിൽ പോയതും പഠിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ അതെല്ലാം കൃപയാലാണ്. കൂടെ പഠിച്ച പലരും അന്ന് ക്ലാസ് ഫസ്റ്റ് ആയിരുന്നവർ എങ്ങും എത്താതിരുന്നപ്പോൾ, അവരുടെ കുടുംബം തന്നെ 2-3 പ്രാവശ്യം പൊട്ടിയപ്പോൾ, ഇന്ന് ദൈവകൃപയാൽ അന്ന് ഉച്ചയ്ക്ക് കൂട്ടാൻ പോലും ഇല്ലാതെ കഞ്ഞി കുടിച്ച നിന്നെ സ്വർഗത്തിൽ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാന്നല്ലാതെ പിന്നെ എന്താ പറയും? ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, മക്കളെ, ദൈവം ഒരാളെ ഉയർത്തുന്നത് കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, കായബലം കൊണ്ടല്ല, കൃപ കൊണ്ടാണ്. കൃപ കൊണ്ടാണ്. ഇനി അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഈ പറയുന്നത്, പത്രോസി പറയുന്നത്, കൃപ കൊണ്ടാണ് എന്നെ ഉയർത്തിയത്, നിങ്ങളെയും ദൈവത്തിന്റെ കൃപയാൽ ഉയർത്തും എന്ന് പറയുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. മത്തായി 10:2. പെട്ടെന്ന് വായിച്ചേ. 10:2 മത്തായി. എന്താ എഴുതിയിരിക്കുന്നത്? മത്തായി 10:2. 12 അപ്പോസ്തലന്മാരുടെ പേരാണിത്. കേട്ടോ, 1-ാമൻ പത്രോസ്. ശ്രദ്ധിച്ചോളണം, 10:2 വായിക്കുന്ന കേട്ടോ. പരിചയമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണം. 12 അപ്പോസ്തലന്മാരുടെ പേരാണിത്. 1-ാമൻ പത്രോസ് എന്ന പേരുള്ള ശീമോൻ. പത്രോസ് എന്ന പേരുള്ള ശീമോൻ. അവന്റെ സഹോദരൻ അന്ത്രയോസ്. സെബദിയുടെ മകൻ യാക്കോബ്. മതി, കേട്ടെ. 12 പേരുടെ ടീം. ആ 12 പേരിൽ 1-ാമൻ പത്രോസ്. 2-ാമനോ? 2-ാമൻ ആരാ? അല്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടോ അവിടെ? എഴുതിട്ടുണ്ടോ നോക്കി. ഈ ടീമിൽ 2-ാമനില്ല, 1-ാമനുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് 2-ാമെന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ 2-ാമൻ ആരാന്ന് എഴുതണ്ടേ? ആരാ 2-ാമത്? ആരാ 2-ാമത് എഴുതിയിരിക്കുന്ന? ആരാ? സഹോദരൻ അന്ത്രയോസ്. അങ്ങനെയാണെങ്കിൽ എഴുതുന്നത് എന്താ? 1-ാമൻ പത്രോസ്, 2-ാമൻ അന്ത്രയോസ്, 3-ാമൻ എന്ന് പറഞ്ഞ് എഴുതണ്ടേ? ഈ 12 പേരിൽ 2ഉം 3ഉം ഒന്നും ഇല്ല. പക്ഷെ ഈ 12 പേരിൽ 1-ാമനുണ്ട്.
ഒന്നാമൻ പത്രോസ്, രണ്ടാമൻ അന്ത്രയോസ് അല്ല, യോഹന്നാൻ അല്ല. ആയിരുന്നെങ്കിൽ രണ്ടാമനെന്ന് എഴുതിയാനെ. അപ്പൊ ഈ സംഘത്തിൽ രണ്ടാമനില്ല, പക്ഷെ ഇങ്ങനെ ഒന്നാമനായി. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഞാനിത് വായിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചു, ഈ മനുഷ്യനെ മാത്രമാണോ ഈ ടീമിന് ഒന്നാമനാക്കാൻ കണ്ടോളൂ? കാരണം യോഗ്യത കൊണ്ട് ഈ ടീമിൽ ഒന്നാമനാകാൻ വേറെ എത്രയോ പേരുണ്ട്. യോഹന്നാൻ ആരാ? മോശക്കാരനാണോ? യോഹന്നാൻ യേശുവിന്റെ നെഞ്ചോട് ചാരിയിരുന്നു എന്നുള്ളത് പോട്ടെ, യോഹന്നാൻ യേശുവിന്റെ ഫസ്റ്റ് കസിൻ അല്ലേ? സ്തോത്രം. മറിയയുടെ സഹോദരിയുടെ മോനല്ലേ? ഒരു വീട്ടുകാരനെ വേണ്ടയാക്കാൻ ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുന്ന പോലെ. പേഴ്സണാലിറ്റി കൊണ്ടും യോഗ്യത കൊണ്ടും പിന്നെ ഇങ്ങനെയുള്ള സ്വഭാവം നമുക്കറിയാലോ. എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ട് ഇന്ന് വരെ പ്രാർത്ഥിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ യേശു കൊണ്ടുപോയിടത്തെല്ലാം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. പ്രാർത്ഥിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ കണ്ടിട്ടില്ല. ചെല്ലനൊക്കെ ആകുമ്പോൾ ഉറങ്ങി ഞാൻ കണ്ടിട്ടുള്ളൂ. ഗസമനെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഉറങ്ങി. സ്തോത്രം. മറുവാനെ കൊണ്ടുപോയി. അപ്പൊ യോഗത്തിനിരുന്ന് ഉറങ്ങുന്നവനെ ഒന്നാമനാക്കുവോ? അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവിന് ഇവനെ ഞാൻ കണ്ടോളോ? ഇനി രണ്ട്, നിങ്ങളുടെ സ്വഭാവം നോക്കിയേ, ഒരു ഓൾട്ടർനേറ്റിംഗ് മൈൻഡാണ് എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ചിലപ്പോൾ ഇപ്പൊ ഇരുന്ന് കരയും, ചെറിയ കഴിയുമ്പോൾ അതിനൊക്കെ വലിയ കരുത്തക്കേട് കാണിക്കും. ഞാൻ വിചാരിച്ചത് യേശുക്രിസ്തുവിനെ മഹാപുരോഹിതന്റെ പള്ളിമുറ്റത്ത് വെച്ച് തള്ളിപ്പറഞ്ഞപ്പോൾ, പള്ളിമുറ്റത്തല്ല അരമന മുറ്റത്ത് വെച്ച് തള്ളിപ്പറഞ്ഞ എൻ്റെ വെളിച്ചത്തിൽ യേശു തുറിച്ചു നോക്കിയപ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെൺപിള്ളേരെ പോലെ ആ അരമനയുടെ തൂണെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സ്തോത്രം നിലവിളിച്ചപ്പോൾ മാനസാന്തരമാണെന്ന് ഞാൻ കുറേ നാൾ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ഇപ്പം ഞാനത് പ്രസംഗിക്കാറില്ല. അതിൻ്റെ കാരണം അത് മാനസാന്തരം അല്ലായിരുന്നു എന്ന് പിന്നെ പിടികിട്ടി. കാരണം മാനസാന്തരമായിരുന്നെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഈ ചങ്ങാതി വലയും പടകും എടുത്തോണ്ട് പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോവാ, നിങ്ങൾ വരുന്നോന്ന്. അപ്പൊ ആ കരച്ചിൽ ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഈ പോക്ക് പോവോ? അപ്പൊ നിങ്ങളും പെട്ടെന്ന് പോകണം. വാസ്തവത്തിൽ യോഗ്യത നോക്കിയാൽ, ഒരു വോട്ടെടുപ്പ് നടന്നാൽ, ഒരഭിപ്രായത്തിന് വിട്ടുകൊടുത്താൽ ഒന്നാമനാക്കാൻ കൊള്ളിയല, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ നിങ്ങൾ പത്രോസിനോട് ചോദിക്കുക, ഈ പെരുത്ത ടീമിന്റെ ഇടയിൽ താനെങ്ങനെ ഒന്നാമനായടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, കൃപയല്ലാതെ ഒന്നുമില്ല മോനെ. ഞാൻ ഒന്നാമനാകാൻ കാരണം ഞാൻ പാനലുണ്ടാക്കിയതല്ല, ചീട്ടിട്ടതല്ല, വോട്ടെടുത്തതല്ല, കാശ് മുടക്കിയതല്ല. സ്തോത്രം. ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ എനിക്കറിയില്ല. എന്നേക്കാൾ മിടുക്കന്മാരുണ്ടായിരുന്നു, എന്നേക്കാൾ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, എന്നേക്കാൾ മിടുക്കന്മാരുണ്ടായിരുന്നു, എന്നേക്കാൾ വിശുദ്ധന്മാരുണ്ടായിരുന്നു, എന്നേക്കാൾ താഴ്മയുള്ളവനുണ്ടായിരുന്നു, എന്നേക്കാൾ ക്ഷമയുള്ളവനുണ്ടായിരുന്നു, എന്നേക്കാൾ നല്ലവനുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പത്രോസ് പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും കൃപയാൽ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഉന്നതന്മാരുടെ നിരയിൽ നിന്നെയും നിന്റെ സന്തതിയെയും നിര മാറ്റി നിർത്തി ഒന്നാമനാക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കാലത്തിലെ ക്ഷണങ്ങളെ ഹല്ലേലൂയ. രണ്ട് കാര്യം കൂടി 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്നാമത്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഉള്ളിടത്തോളം കാലം നീ ആ ദൈവത്തിൽ നിന്ന് വിടാതെ നിൽക്കണം. അമ്മ മറന്നാലും, അപ്പൻ മുഖപക്ഷം കാണിച്ചാലും, ഭർത്താവോ ഭർത്തൃ വീട്ടുകാരോ തിരസ്കരിച്ചാലും, നിന്റെ ബോസ് നിന്നോട് വല്ലാതെ ഇടപെട്ടാലും, ദൈവമുള്ളിടത്തോളം കാലം നീ ഫ്രസ്ട്രേറ്റഡ് ആകരുത്. അതിൻ്റെ ഒക്കെ മുമ്പിൽ നിന്നിട്ട് പറയണം, ഈ വാക്യം വെച്ചിട്ട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്. എനിക്കെതിരെ ഏതൊക്കെ കള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയാലും, സ്തോത്രം, ഹൽമോർദേക്കായിയെ ഓർക്കണം. ഹാമാൻ എത്ര തന്ത്രശാലിയാണെങ്കിലും, എത്ര കള്ളരേഖകൾ ഉണ്ടാക്കിയാലും, സ്വർഗത്തിലെ ദൈവമുള്ളിടത്തോളം കാലം, ഉയർത്തുന്നവനുള്ളിടത്തോളം കാലം സഭയ്ക്ക് പേടിക്കാനില്ല, സഭയിലുള്ളവർക്കും പേടിക്കാനില്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവമുള്ളിടത്തോളം കാലം
ഏത് ഹാമാനുണ്ടെങ്കിലും ഏത് തന്ത്രശാലി ഉണ്ടെങ്കിലും സ്തോത്രം, ദൈവമുള്ളിടത്തോളം കാലം സഭയ്ക്കും സഭാമക്കൾക്കും പേടിക്കാനില്ല. കാര്യങ്ങൾ കറങ്ങി ചുറ്റി വരുമ്പോൾ അവസാനം ദൈവം ഡിസിഷൻ എടുത്തോളും. 2, ഉയർത്താനുള്ള യോഗ്യത ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് കൃപയെന്ന് പോകാതെ ദൈവകൃപയെ തന്നെ പിടിച്ചു നിൽക്കുക. ആ കൃപ കൊണ്ട് ഉയർത്തും. 3, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. പത്രോസ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ഏതാ സ്ഥലം? ബലമുള്ള കൈക്കീഴ്. ആരുടെ? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിലിരിക്കുക. അങ്ങനെ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? ബൈബിൾ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കണം. ദൈവത്തിന്റെ കൈക്കീഴിൽ. ഇപ്പൊ ഈ മുമ്പിലിരിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ, സ്തോത്രം, ഇവരിതെല്ലാം നല്ല ശ്രദ്ധിച്ചിരിക്കുക. ഇവരിതെല്ലാം കേട്ടിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, മമ്മി ഇന്ന് പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററങ്ങൾ പറഞ്ഞു ദൈവത്തിന്റെ കൈക്കീഴിൽ പോയിരുന്നാൽ ഉയർത്താന്ന്. എവിടെയാ മമ്മി ദൈവത്തിന്റെ കൈക്കീഴിൽ ഞാൻ പോയിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ കാണിച്ചു കൊടുക്കും? ഇവിടെ കാണിച്ചു കൊടുക്കും. സഭാഹോളിൽ പോയിരിക്കാൻ പറയുവാണെങ്കിൽ ഇവിടെ കൊണ്ട് തുറന്നു കൊടുക്കാം, ഇവിടെ ഇരുന്നോളാൻ പറയാം. പാഴ്സനേജിലാന്ന് പറഞ്ഞാൽ പാസ്റ്റർ വീട്ടിൽ കൊണ്ടാക്കാം. ദൈവത്തിന്റെ കൈക്കീഴിൽ പോയിരിക്കാന്ന് പറഞ്ഞാൽ കൊച്ചിനെ അവിടെ കാണിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാറുമില്ല. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ കൈക്കീഴ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ്റെ കൈ നിങ്ങൾ വിചാരിക്കുക. ദൈവത്തിന് അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇവിടം വരെ നീളുന്ന കൈ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഭാവനയാണ്. ഇതെല്ലാം ഒരു സിംബോളിക്കാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി, 6 അടി പൊക്കമുള്ള ഒരു യോഗ്യനായ മനുഷ്യൻ, ആ മനുഷ്യൻ കൈ നീട്ടിയാൽ, ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീട്ടിയാൽ എന്തോരമുണ്ട്? കൂടിയ 1.5 മീറ്റർ. ഈ 1.5 മീറ്റർ സറൗണ്ടിങ് ഒരു മനുഷ്യൻ്റെ കൈക്കീഴെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ കൈ നീട്ടിയാൽ എത്രയുണ്ടോ ആ ചുറ്റുവട്ടത്തിനകത്ത് നീ കാണണം. അതിനപ്പുറം പോകരുത്. മനസ്സിലായോ? ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു 200 പേരുടെ ബുക്കിനകത്ത് എഴുതി ഏൽപ്പിച്ചിട്ട്, മോക്ക് MBBS പോകണം, മോന് BDS പോകണം, അച്ചായന് പ്രൊമോഷൻ കിട്ടണമെന്ന് എല്ലാം എഴുതി കൊടുത്തിട്ട് നീ അങ്ങ് സ്തോത്രം ഗിതയോൻ പോയി കിടന്ന പോലെ കരിവേലത്തൻ്റെ ഓട്ടി പോയി കിടന്നാൽ ഉയരുകയില്ല. ദൈവം കൈ നീട്ടിയാൽ നിന്നെ തൊടാൻ പറ്റണം. അത്രയും ദൂരത്ത് നീ കാണണം. അത് വിട്ട് അകലയ്ക്ക് പോരുത്. ഒരു കൈപ്പാടകലം എന്നൊരു ഭാഷയുണ്ട്. ആ കൈക്കീഴെ കാണണം. ആത്മീക ജീവിതം ദൈവത്തിൻ്റെ കൈക്കീഴെ ചെലവഴിക്കുന്നതാണ്. സ്തോത്ര ഹല്ലേലൂയ. ആ കൈയുടെ കീഴെ അത് വിട്ടകലരുത്. എപ്പോഴും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്നതുപോലെ പത്രോസിനറിയാം, ആ കൈക്കീഴെ ഇരുന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ, മുക്കുവ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും യഹൂദൻ്റെ മുമ്പിൽ നിന്ന്, പുൽപ്പിറ്റിൽ നിന്ന് പറയത്തക്ക രീതിയിൽ ദൈവം മാനിച്ചത് ആ കൈവെട്ടത്തുനിന്ന് പോകാതിരുന്നത് കൊണ്ടാണ്. ആഴ്ചയിൽ 6 ദിവസവും എവിടെയെങ്കിലും പോയിരുന്നിട്ട് 7-ാം ദിവസം മാത്രം കൈച്ചോട്ടിലേക്ക് വന്നാൽ ദൈവം സമ്മതിക്കുകയില്ല. എപ്പോഴും ആ കൈക്കീഴെ ആയിരിക്കണം. 4-ാമത്തെ കാര്യം, ഉയർത്താൻ ഒരു സമയമുണ്ട്. അത് വിശദീകരിക്കാൻ ഒത്തിരി സമയം വേണ്ടതാണ്. എങ്കിലും ഞാൻ ഒറ്റ വാക്കിൽ പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് തക്ക സമയമെന്നാണ്. തക്ക സമയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ് ശീലിച്ചതാണ്. കാരണം നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ പറയും എല്ലാം തക്ക സമയത്ത് നടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായങ്ങ് മടക്കി വയ്ക്കും. അങ്ങനെ ഒരു മൈൻഡിലെടുക്കരുത്. ദൈവത്തിന് സമയം എന്ന് പറയുന്നത് പ്രത്യേകതയുള്ളതാണ്. ദൈവത്തിൻ്റെ ക്ലോക്കിന് 2 ഡയലുണ്ട്, ഒരു ഭാഗത്തും മറുഭാഗത്തും. 2 വാക്കുകളാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്, കൈറോസും ക്രോണോസും. 2 വാക്കുകളാണ്. ശ്രദ്ധിച്ചു. ഒരു ഭാഗത്ത് നമ്മുടെ ഡ്രമ്മ് പോലത്തെ ഒരു ക്ലോക്കാന്ന് വിചാരിക്കുക. ഡ്രമ്മിന് 2 വശമുണ്ട്. ഈ വശത്തും ഡയലും സൂചിയുണ്ട്, ഈ വശത്തും ഡയലും സൂചിയുണ്ട്. ഈ വശത്തെ ഡയലിനും സൂചിക്കും പറയുന്നത് ക്രോണോസ് എന്നാണ്, ഈ സൈഡിലെ പറയുന്നത് കൈറോസ് എന്നാണ്. ക്രോണോസ് എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ടൈമും, കൈറോസ് എന്ന് പറയുന്നത് ദ പോയിന്റ് ഓഫ് ടൈമും. എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. ലെങ്ത് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കാലഘട്ടം, പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ആ കാലത്തിൻ്റെ കൃത്യത. അപ്പം നമ്മുടെ വാഗ്ദത്തങ്ങൾ പലതും കിടക്കുന്നത് ഈ ക്രോണോസിലാണ്.
ലെങ്ത് ഓഫ് ടൈമിലാണ്. സ്തോത്രം. അതിനകത്താണ്. അതെന്നാന്ന് പറയാനൊക്കെയല്ല. ഉദാഹരണം, നിങ്ങൾ പറയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് എൻ്റെ കല്യാണം നടന്നത്. എൻ്റെ അല്ല, നിങ്ങളുടെ ആരാണ്ടേ. സ്തോത്രം. മനസ്സിലായോ? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താ എന്ന ഡേറ്റ് ഓർക്കുന്നില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് എൻ്റെ കല്യാണം നടന്നത് പറഞ്ഞാൽ സത്യമാണ്. പക്ഷെ അത് ലെങ്ത് ഓഫ് ടൈമാണ്, പോയിന്റ് ഓഫ് ടൈം ആയില്ല. ആ കാലഘട്ടം എത്ര വർഷമായിരിക്കാം, അതിനിടയ്ക്ക് എപ്പോഴോ. പക്ഷെ പോയിന്റ് ഓഫ് ടൈം വരുമ്പോഴാണ് ഒരു ഡേറ്റ് കിട്ടുന്നത്, ഒരു സമയം കിട്ടുന്നത്. കല്യാണക്കുറി അടിക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ മോളുടെ കല്യാണം നടക്കുന്ന എഴുതി കഴിഞ്ഞാൽ ആരും വരികയില്ല. അതിന് പോയിന്റ് വേണം, വേണ്ടേ? സ്തോത്രം. ജനുവരി മാസം 28 11:30 ഇന്നടത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് പോയിന്റായി. അപ്പൊ നമ്മളോട് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെല്ലാം കിടക്കുന്നത് ലെങ്ത് ഓഫ് ടൈമിലാണ്, ആ ക്രോണോസിലാണ്. ക്രോണോസിനെ കൈറോസ് ആക്കി മാറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തോടുള്ള ബന്ധവുമാണ്. 2 തെളിവ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, അബ്രഹാമിനോടും സാറയോടും ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതിയെ തരും, നീ ബഹുജാതികൾക്ക് പിതാവാകും. സാറ പ്രസവിക്കും. 24 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ 75-ാമത്തെ വയസ്സിലോ. സ്തോത്രം. എന്ന് ദൈവം കണ്ടാലും പറയും, മറ്റേ കാര്യം മറന്നിട്ടില്ല കേട്ടോ, തരാട്ടോ. പക്ഷെ എന്നാ കാര്യം നമ്മുടെ ഗതികേട്. ആര് വന്ന് തലയൊക്കെ വെച്ചാലും പറയും, നിന്നെ ഞാൻ വാലല്ല തലയാക്കും. എന്നാന്ന് പറയൂല. ഇത് കേട്ട് കേട്ട് നമ്മൾ മടുത്തപ്പോൾ പ്രവാചകന്മാരെല്ലാം കള്ളന്മാരെന്നാണ് വിളിക്കുന്നത്. സംഭവം മനസ്സിലാക്കിയാൽ ആ വേദന അങ്ങ് മാറും. കാരണം ഒരു വാഗ്ദത്തം നമുക്ക് തരുമ്പോൾ അത് ക്രോണോസിലേക്കാണ് തരുന്നത്. സ്തോത്രം. നിനക്ക് തരുമെന്ന് പറഞ്ഞു, തരണമെങ്കിൽ നീ ആ കൈക്കീഴത്താണിരിക്കണം. ദൈവം അവസരം തരും. അബ്രഹാമിന്റെ വീട്ടിൽ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിനകത്ത് അബ്രഹാമിന്റെ വീട്ടിൽ ദൈവം വന്നു. ദൈവം പ്രത്യക്ഷനായെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവം തന്നെ വന്നു. ഞാൻ ആ വാക്യമൊക്കെ വായിച്ച് ദൈവത്തോട് ഞാൻ ചോദിച്ചും പറഞ്ഞാൽ ബൈബിള് പഠിക്കുന്നേ. സ്തോത്രം. ദൈവം അബ്രഹാം ഓടിച്ചെന്ന് കാൽക്കൽ വീണിട്ട് ദൈവത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഓടിവാ, ഈ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരിക്കുക, ഞാൻ കാല് കഴുകാം. സ്തോത്രം. 1 മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് പോകാം. ഇതിനല്ലേ വന്നത്? ഉൽപ്പത്തി 18 വാക്കുകളാണ് പറഞ്ഞത്. അപ്പൊ ദൈവം പറഞ്ഞു, എന്തോടെ ഈ പറയുന്നത്? ഞാൻ നിന്റെ പൊറോട്ട ഇറച്ചി തിന്നോ? ഞാൻ ദൈവമല്ലേ? ഞാൻ വിശന്നിട്ട് വന്നാണ് ചോദിച്ചില്ലല്ലോ. ദൈവം പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. അബ്രഹാം ഓടിപ്പോയി 3 ഇടങ്ങഴി മാവെടുത്ത് സാറയെ കൊണ്ട് അപ്പം ഉണ്ടാക്കി. വീട്ടിലെ ജോലിക്കാരനെ കൊണ്ട് തടിപ്പിച്ച കാളയെ കണ്ടിച്ച് കൽച്ചട്ടിക്കകത്തിട്ട്, ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും ഇല്ലാത്ത കാലത്ത് ഊതി ഊതി കത്തിക്കുക. അബ്രഹാമിൻ്റെ വീട്ടിലെ കൽച്ചട്ടിക്കകത്ത് കാളയിറച്ചി വേവുന്നത് വരെയും മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങേക്ക് ഈ ഗതികേട് വല്ലതും ഉണ്ടോ? കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന അങ്ങ് ഈ മനുഷ്യൻ്റെ ഇറച്ചി വേവുന്നവർ നിങ്ങളുടെ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്തിട്ട് സ്തോത്രം 10 മിനിറ്റ് ലേറ്റ് ആയാൽ നിങ്ങൾ അടുത്ത കടയിൽ കയറി കഴിക്കുകയല്ലേ? ദൈവം പറഞ്ഞ് മിണ്ടരുത്, എനിക്ക് വിശന്നിട്ടല്ല. ഞാനത് പറയുമ്പോൾ കരയും. ദൈവം മനുഷ്യന് അവസരം കൊടുക്കുന്നവനാണ്. ഇവിടെ വേറെ ചോദ്യമില്ല, യുക്തിയില്ല. അബ്രഹാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു സന്തതിയെ തരാം, അങ്ങ് കൊടുത്താൽ പോരാ. അങ്ങനെയല്ല എൻ്റെ സിസ്റ്റം. ഞാൻ അവന് അവസരം കൊടുക്കും. ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ദൈവത്തെ തൃപ്തിയാക്കാൻ, ദൈവത്തിന്റെ വിശപ്പടക്കാൻ സ്വർഗം അവസരം കൊടുത്തു. അന്ന് ദൈവം വയറ് നിറച്ച് ആഹാരം കഴിച്ച് ഏമ്പക്കം വിട്ട് കൈ കഴുകിട്ട് വന്നിട്ട് ചോദിച്ചു, സാറ എന്തിയായി? സാറ കൂടാരത്തിന്റെ പുറകിലുണ്ട്, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ക്രോണോസ് കൈറോസായി. ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വീണ്ടും വരും, അന്ന് നിനക്കൊരു സന്തതി ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. 24 കൊല്ലം എന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ല, എന്നാൽ ദൈവം ഒരു അവസരം കൊടുത്തു. നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ഉയർത്താൻ, സ്നാനപ്പെടാൻ, സഭയോട് ചേരാൻ ഒരവസരം ദൈവമായിട്ട് ഉണ്ടാക്കുക. ഹല്ലേലൂയ. ദൈവമായിട്ടുണ്ടാക്കുമ്പോൾ
അത് ചോദ്യം ചെയ്യാതെ അങ്ങ് അനുസരിച്ചാൽ അന്ന് കൈറോസ് ക്രോണോസ് ആവും. അന്നൊരു ഡേറ്റ് കിട്ടും. ഇന്ന ദിവസം നിനക്ക് ഈ കാര്യം നടക്കും. ഉപവാസവും പ്രാർത്ഥനയൊക്കെ സംഭവിക്കാം. നമ്മുടെ പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ ജാതികൾക്കും രാജാക്കന്മാർക്കും സ്വത്രം യഹൂദന്മാർക്കും ഇടയിൽ എൻ്റെ സാക്ഷ്യം വഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ ഉപവാസം നടക്കുന്നു. അവരുടെ കൂടെ ചാടിക്കയറിയിരുന്നു. ആ ഉപവാസം നടക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിന്റെ ക്രോണോസിൽ കടന്ന വാഗ്ദത്തം കൈറോസിലേക്ക് മാറി. ഉപവാസത്തിന്റെ അവസാന നിമിഷം ദൈവാത്മാവ് പറഞ്ഞു, ഇവരെ കൈവച്ച് വേർതിരിക്ക്, ഇവരെ കണ്ടിരിക്കുന്ന ശുശ്രൂഷക്കിറക്ക്. അപ്പോ പ്രവൃത്തി 9 നീ രാജാക്കന്മാരുടെ ഇടയിൽ എൻ്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞു. എന്നാകുമെന്ന് പറഞ്ഞില്ല. ഉപവാസത്തിരുന്നപ്പോൾ ആ വാഗ്ദത്തം ഷിഫ്റ്റ് ചെയ്തു നേരെ അപ്പുറത്തെ ടൈമിങ്ങിലേക്ക്. അന്ന് ദൈവം പിടിച്ചിറക്കി. ഞാനിത് പറഞ്ഞിട്ട് പോകുക. ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് ഇച്ചിരി നേരം ഇരിക്കണം. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്കൊരവസരം തരും. നിന്നോട് പറഞ്ഞിരിക്കുന്ന, സഭയോട് പറഞ്ഞിരിക്കുന്ന, ശുശ്രൂഷയോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നടക്കാൻ നീ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞിരിക്കുന്ന വാക്ക് പോലും 32ാമത്തെ വയസ്സിലും നടന്നില്ലെങ്കിൽ പരിഭവിക്കരുത്. അവസരം ദൈവം തരും. അതിനാ നിന്നെ സഭയെ കൊണ്ട് കയറ്റിയത്, ഇവളെ കൊണ്ടിരുത്തിയത്, വിശുദ്ധന്മാരുടെ പന്തിയിൽ ദൈവമുള്ളിടത്ത് നിന്നെ വരുത്തിയത്. പരിശുദ്ധാത്മാവേ, ഈ ദൂത് ഇവിടെ ഫലിക്കണമേ. ദൈവമേ, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം. ആത്മാവിന്ന് പകൽക്കാലം അത് ചെയ്യട്ടെ, 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 ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്രോണോസ് കൈറോസ് ആകട്ടെ, കൈറോസ് ആകട്ടെ. നിന്റെ സമയം, സഭയുടെ സമയം ദൈവം ഒരുക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൂതിന്റെ പുറകിൽ കർത്താവ് ആരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി താമസിക്കല്ലേ കർത്താവേ. അവരെ കുറിച്ചുള്ള പ്ലാനുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.